سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك، والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവ്വാദനീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ആത്മീയമായ ലക്ഷ്യങ്ങളോടെ ഒരുക്കിയിട്ടുള്ള മഹത്തായ ഒരു സദസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലമാക്കി തരുമാറാകട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചും ഈ മജ്ലിസിൽ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടവർ, എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഏവരുടെയും സദുദ്ദേശങ്ങൾ അല്ലാഹു തആല സഫലമാക്കി തരട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, പാരത്രിക വിചാരങ്ങളെക്കുറിച്ചും ആത്മീയ ആലോചനകളെക്കുറിച്ചുമൊക്കെ ബാഖവി ഉസ്താദ് അവറുകൾ നിങ്ങളോട് സംസാരിച്ചു. നമ്മുടെ എല്ലാവരുടെയും ഇരുലോക വിജയത്തിന്റെയും അടിസ്ഥാനം ഏകനായ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. എന്നാൽ ആ അല്ലാഹുവിലേക്ക് നമുക്ക് എത്തിച്ചേരാനും അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനും അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനുമെല്ലാമുള്ള മാർഗം നമ്മെ ഔന്നത്യങ്ങളിലേക്ക് എത്തിച്ചു തരാനുള്ള ഉപാധി ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശ്വാസികൾക്കുണ്ടാകേണ്ട ബന്ധം ഒരു സംഘടനയ്ക്കോ ഒരു പ്രസ്ഥാനത്തിനോ അവരിലെ അനുയായികൾക്ക് നേതാവിനോട് ഉണ്ടാകേണ്ട ഒരു ബന്ധം അല്ല. മാതാപിതാക്കളോട് മക്കൾ വെച്ച് പുലർത്തേണ്ട ബന്ധം അല്ല.
ഭൗതികമായി നമ്മൾ പരിഗണിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും വിധേനയുള്ള ബന്ധങ്ങളോ അടുപ്പങ്ങളോ അല്ല ലോകഗുരുവായ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോട് നമുക്കുണ്ടാകേണ്ടത്. മറിച്ച് നമുക്കോരോരുത്തർക്കും ഏതൊക്കെ മാനങ്ങളും മാനദണ്ഡങ്ങളും പറഞ്ഞാലും നമ്മളോട് വലിയ ഇഷ്ടമാണ്. മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ മറ്റ് ഭൗതികമായ ഒരുപാട് ബന്ധങ്ങൾ നമ്മൾ പാലിക്കുകയും പറയുകയും ചെയ്യുന്നു. അതിനേക്കാളൊക്കെ നമുക്ക് സ്നേഹമുള്ളത് നമ്മളോടാണ്. അത് മനസ്സിലാകുന്ന ഘട്ടങ്ങളിൽ, അത് പ്രകടമാകുന്ന സന്ദർഭങ്ങളിൽ നമുക്കത് ബോധ്യമാകും. എല്ലാവർക്കും അവരവരോട് വലിയ സ്നേഹമാണ്. എന്നാൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോട് നമുക്കോരോരുത്തർക്കും ഉണ്ടാകേണ്ട ബന്ധവും സ്നേഹവും നമ്മളോട് നമുക്കുള്ള ബന്ധത്തേക്കാൾ വലുതായിരിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തത്തോട് നമ്മൾ വെച്ചു പുലർത്തുന്ന ബന്ധത്തേക്കാൾ വലുതായിരിക്കണം ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോട് ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം ശരിയായ നിലവാരത്തിലേക്ക് എത്തുന്നത്. ഔപചാരികമായ ചില പ്രയോഗങ്ങളോ വാക്കുകളോ അല്ല ഇത്. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവരെക്കാൾ വലിയ ഇഷ്ടവും കടപ്പാടുമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം വേണ്ടത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോടാണ്. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഈമാനാകുന്നത്. മറ്റെല്ലാ ലോകത്തും ചിലപ്പോൾ ഇതിന് തുല്യമായ പ്രയോഗങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രസ്താവനകൾ ഉണ്ടാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും ലോകത്ത് കേവലമായ പ്രഖ്യാപനങ്ങളോ പ്രസ്താവനകളോ പദാവലികളോ അല്ല ഉള്ളത്. മറിച്ച് പ്രായോഗികമായി തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും ഇഷ്ടം വെക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അതിൽ ജാടകളോ അലങ്കാരങ്ങളോ ഇല്ല. മഹാന്മാരായ സ്വഹാബത്തും ഇമാമുകളുമെല്ലാം വെച്ചു പുലർത്തിയ സ്നേഹങ്ങളുടെ കഥകൾ ഏതെങ്കിലും സാങ്കല്പികമായ അല്ലെങ്കിൽ അനുമാനപരമായി എഴുതിയുണ്ടാക്കിയതല്ല. ലോകത്ത് നടന്ന യാഥാർത്ഥ്യങ്ങളുടെ പകർപ്പുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ എല്ലാവരെക്കാളും സ്നേഹിക്കുക എന്നത് ഒരു പ്രസ്താവനയ്ക്കപ്പുറം, ഒരു പ്രയോഗത്തിനപ്പുറം പ്രായോഗികമായി ജീവിതത്തിൽ കാണിച്ചു തന്നവരാണ് നമ്മുടെ മുൻഗാമികൾ. അവരിൽ നിന്നാണ് നമ്മൾ സന്ദേശത്തെ ഉൾക്കൊള്ളേണ്ടത്. ആനുകാലിക സാഹചര്യത്തിൽ നമ്മുടെ സന്താനങ്ങൾ പല വഴിക്കും പോവുകയാണ്. ഇന്ന് തന്നെയും പല രക്ഷിതാക്കളും വിളിച്ചു അവരുടെ വേദനകൾ പങ്കുവെക്കാൻ. അവരുടെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി മറ്റൊരാളോട് പ്രണയത്തിലാണ്, ഇനി എന്തു ചെയ്യണമെന്നറിയുന്നില്ല. അതുപോലെ ഒരു സഹോദരന് താൻ വിവാഹം ചെയ്തു കൊണ്ടുവന്ന ഭാര്യയെക്കുറിച്ചുള്ള വേദനകൾ. ചില സഹോദരിമാർക്ക്
അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭർത്താവിന്റെ ദുശ്ശീലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇതെല്ലാം സാമൂഹികമായി നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയുമെല്ലാം ചെയ്യുമ്പോൾ പുതിയ തലമുറയുടെ മനസ്സിൽ ധാർമ്മികമായ വിചാരങ്ങളും ചിന്തകളും വരുന്നതിനപ്പുറം മലിനമായ വിചാരങ്ങളും സ്വാർത്ഥമായ ചിന്തകളും കടന്നുകൂടുകയാണ്. ഒരുപാട് ജാടകളും മോടികളുമെല്ലാം ഈ ജീവിതത്തിലുണ്ട്. അടിസ്ഥാനപരമായ മൂല്യങ്ങൾ എവിടെയോ പോവുകയാണ്. കടമകളും കടപ്പാടുകളുമെല്ലാം അന്യമാവുകയാണ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മാനം മുട്ടുന്ന രമ്യഹർമ്മങ്ങൾ, ചീറിപ്പാറുന്ന സംവിധാനങ്ങൾ, ആധുനിക ടെക്നോളജിയുടെ പ്രയോഗങ്ങൾ അടുക്കളയിലും അരമനയിലും എല്ലായിടത്തും ഒരുപോലെ കടന്നു വന്നു. നമുക്ക് ഭൗതികമായ ഒരുപാട് മേന്മകൾ പറയാനുണ്ട്. എന്നാൽ നമ്മുടെ പച്ചയായ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ദൈന്യതയുടെയും അശ്ലീലതകളുടെയും സമ്മിശ്രമായ വികാരങ്ങളുടെയും ദുഃഖകരമായ വസ്തുതകളാണ് തളം കെട്ടി നിൽക്കുന്നത്. പ്രകടനപരമായി നോക്കുമ്പോൾ ഒരുപാട് അവകാശവാദങ്ങളുണ്ട്. ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോൾ നീറുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ. ഇതിനെ തിരിച്ചറിയാനും പരിഹരിക്കാനുമുള്ള സംവിധാനങ്ങളില്ല. തെരുവോരങ്ങളും അരമനകളും ഒരുപോലെ അശ്ലീലതകൾക്ക് വിധേയപ്പെട്ട് കിടക്കുകയാണ്. പെണ്ണുടൽ കമ്പോളത്തിലെ കച്ചവട ചരക്കായി മാറിയിരിക്കുകയാണ്. അശ്ലീലതകൾ എന്ന് പ്രയോഗിക്കുന്നത് പോലും ഇന്ന് അഭിമാനമായി മാറുകയാണ്. ഞാൻ അനാവശ്യങ്ങളുടെ വ്യക്തിയാണ് എന്ന് അഭിമാനത്തോടെ തലവാചകം എഴുതുന്ന എത്ര ആളുകളെയാണ് പുതിയ കലാലയങ്ങളുടെയും സംസ്കാരത്തിന്റെയും ആളുകളായി നമുക്ക് വായിക്കാൻ കഴിയുന്നത്. വിശദീകരിക്കാനുള്ള സമയമില്ല. ഇങ്ങനെയെല്ലാം നമ്മുടെ സാമൂഹിക മനസ്സാക്ഷിയെ മാറ്റിക്കൊണ്ടുവന്ന ഒരു കാലത്ത് എന്തെങ്കിലുമൊക്കെ പരിവർത്തനങ്ങൾ സാധ്യമാകണമെങ്കിൽ വെളിച്ചത്തിന്റെ ദിശയിലേക്ക് അവരുടെ ഹൃദയങ്ങളെ തിരിച്ചുവെപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും നേരായ ചിന്തയുടെയും ശരിയായ വെളിച്ചത്തിന്റെയും ഭാഗത്തേക്ക് സന്താനങ്ങളുടെ ഹൃദയം തിരിക്കുകയല്ലാതെ, നമ്മുടെ മനസ്സ് തിരിക്കുകയല്ലാതെ വേറെ ഒരു പരിഹാരവും കാണാനില്ല. യഥാർത്ഥത്തിൽ ആഗോളതലത്തിൽ മുസ്ലിങ്ങൾ ഒരുപാട് ഭീഷണികൾ നേരിടുന്നുണ്ട്. അമേരിക്കയുടെ ഭരണാധികാരിക്ക് ലോകത്തുള്ള ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെയും മിലിറ്ററിയെ ഭയമില്ല. കാരണം എന്താണ്? അമേരിക്കയോളം സമ്പന്നമായ ഒരു സൈനിക പിന്തുണ ലോകത്തേത് രാജ്യത്തിനാണുള്ളത്? ഒരു രാജ്യത്തിനും പറയാനില്ല. 6 അറബ് രാജ്യങ്ങളിൽ 5 അറബ് രാജ്യങ്ങളുടെയും സൈനിക ബലമെന്ന് പറയുന്നത് അമേരിക്കൻ മിലിറ്ററിയോടുള്ള ബന്ധമാണ്. ഒമാനിന്റേത് ബ്രിട്ടീഷ് മിലിറ്ററിയോടുള്ള ബന്ധമാണ്. ഇങ്ങനെയുള്ള അറബ് രാജ്യങ്ങളെയോ ഇസ്ലാമിക രാജ്യങ്ങളെയോ സൈനിക ശക്തിയുടെ പേരിൽ അമേരിക്കയ്ക്കോ യൂറോപ്പിനോ ഭയക്കേണ്ടതില്ല. മറ്റേതെങ്കിലും സാങ്കേതിക വിദ്യയുടെ പേരിൽ ഭയക്കേണ്ടതുണ്ടോ? ഇല്ല. ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ലോകത്തെ കയ്യിൽ വച്ചിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഇനി ഏതെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളുണ്ടെങ്കിൽ അത് ഇസ്ലാമേതര ഏഷ്യൻ രാജ്യങ്ങളാണ്. നമ്മുടെ ഇന്ത്യയുടെ സമകാലിക സംഭവങ്ങൾ ചില അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ടാവാം. ഇരിക്കട്ടെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ ഇസ്രയേലുമായി ഇന്ത്യ നടത്തിയ ആയുധ കരാറിനെ കുറിച്ച് ലോകത്തെ സമ്മിശ്രമായ പ്രതികരണങ്ങളുണ്ട്. അതിന്റെ ലാക്കുകൾ എന്താണ് എന്ന് ആലോചിച്ചുകൊണ്ടും അന്വേഷിച്ചുകൊണ്ടും ഇരിക്കുകയാണ് കണ്ണു തുറന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ. പ്രിയമുള്ള സഹോദരന്മാരെ, പിന്നെ എന്താണ് പടിഞ്ഞാറിനെയും അമേരിക്കയുമെല്ലാം ഭയപ്പെടുത്തുന്നത്? പരിശുദ്ധമായ ഇസ്ലാമിനെ മറികടക്കാൻ പറ്റുന്ന ഒരു സംഹിതയോ, വിശുദ്ധമായ ഖുർആനിനെ മറികടക്കാൻ പറ്റുന്ന ഒരു വേദമോ, ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ മികച്ചു വെക്കാൻ പറ്റുന്ന ഒരു നേതാവിനെയോ, മൊത്തത്തിൽ പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാമിനെ വെല്ലുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ അവതരിപ്പിക്കാനില്ല എന്നതാണ് ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങളുടെയും മുസ്ലിങ്ങളെ രാജ്യത്ത് തടയുന്നതിന്റെയും മുസ്ലിങ്ങൾക്കെതിരെയുള്ള
ട്രംപാനന്തര അമേരിക്കയുടെ സമീപനങ്ങളുടെയും എല്ലാം കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ടു വരുന്നത് ഇസ്ലാമിന്റെ ഭദ്രമായ അടിത്തറയുടെയും അതിന്റെ ശക്തമായ പ്രത്യയശാസ്ത്ര ശക്തിയുടെയും മുന്നിലാണ്. ഇത് ഞാൻ എന്റേതായി പറയുന്നതല്ല. ഈ വിധത്തിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരുപാട് രചനകൾ നമ്മുടെ മുമ്പിലുണ്ട്. ദ വേൾഡ് വേക്സ് അപ്പ് ടു ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകം ഈ വിഷയത്തിൽ നല്ല ഒരു പഠനമാണ്. ഇരിക്കട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ നല്ല ഒരു വിശ്വാസത്തെയും വിശുദ്ധരായ ഒരു പ്രവാചകരെയും പരിപക്വമായ ഒരു വേദഗ്രന്ഥത്തെയും നെഞ്ചിലേറ്റുകയും ശിരസാവഹിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവരാണ് വിശ്വാസികൾ. നമ്മുടെ എല്ലാ നന്മയുടെയും ആവശ്യമായ ചിട്ടകൾ മുഴുവനും പരിശുദ്ധമായ ഇസ്ലാമിക സംഹിതയുടെ ഉള്ളിലുണ്ട്. ഇന്നും എന്നും ജയിക്കാനുള്ള മാർഗദീപങ്ങൾ മുഴുവനും മദീനയുടെ നായകരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇസ്ലാമിക സംഹിതയുടെയും ഖുർആനിക സന്ദേശങ്ങളുടെയും ശരിയായ പ്രയോഗവൽക്കരണം ഒരാളുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ഒരു കൽപ്പനയുടെ സ്വരമുണ്ടായാൽ അതിന് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവും. ഒരു ആഢ്യത്വത്തിന്റെ സ്വഭാവമുണ്ടായാൽ അനുസരിക്കാൻ ചില പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രായോഗികമായി ഇസ്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരണമെങ്കിൽ ഇസ്ലാമിനെ പ്രായോഗികമായി തൂവൽ സ്പർശത്തോടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ ഹൃദയാവരിക്കാനും നെഞ്ചിലേറ്റാനും സ്വീകരിക്കാനുമുള്ള ഒരു അവസ്ഥയാണ് ഒരു വിശ്വാസിയിൽ വരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ വേണ്ടതുപോലെ ഇഷ്ടപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകളെ അനുസരിക്കുന്നതിൽ ആനന്ദമായിരിക്കും. അവിടുത്തെ ഫുട് പ്രിന്റുകളെ, കാൽപ്പാടുകളെ പിന്തുടരുന്നതിൽ ആവേശമായിരിക്കും. അവിടുത്തെ ചര്യകളെ പിന്തുടരുന്നതിൽ സന്തോഷമായിരിക്കും. ഈ ഒരു അടിസ്ഥാനം രൂപപ്പെടുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തെ ഇസ്ലാമിന്റെ അടിത്തറയായി, വിശ്വാസത്തിന്റെ അസ്ഥിവാരമായി ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനകളല്ല, മറിച്ച് അള്ളാഹുവിലേക്ക് അവരെ ചേർത്ത് കൊടുക്കാനുള്ള പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അറിവും വിശ്വാസവുമാണ്. അതിൽ നിന്ന് അവർ നേരായ വിധത്തിൽ അള്ളാഹുവിലേക്ക് എത്തും. ശരിയായ വിധത്തിൽ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കും. അപ്പോൾ അള്ളാഹുവിലേക്ക് ചേരാനും അവനെ അറിയാനുമുള്ള ഏറ്റവും പരിപക്വമായ ധാര എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഉത്തമമായ സ്നേഹവും വിശ്വാസവുമാണ്. അല്ലിമു ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിയാവണ്ണം സ്നേഹിക്കാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക. നമ്മുടെ പെൺകുട്ടികൾ കലാലയത്തിന്റെ പരിസരത്ത് പോയി അനാവശ്യങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് വരികയാണ്. അതേ സമയത്ത് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ജ്വാലകൾ നിറച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അവരവിടെ പോയി മാലിന്യങ്ങൾ വീണുപോകില്ല. നമ്മുടെ മക്കൾ, ആൺമക്കൾ ഇന്ന് കമ്പോളങ്ങളിലും കലാലയങ്ങളിലും ഒരുപാട് അനാവശ്യങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ആ മക്കളുടെ മനസ്സിൽ എന്റെ എല്ലാമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു വിചാരമുണ്ടായാൽ അവർ വഴികേടാവാൻ സാധ്യതകൾ കുറവാണ്. ഈ കാരണത്താൽ തന്നെ നമ്മൾ ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടത്തെ അതിന്റെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കുകയും ശരിയാം വണ്ണം ഉൾക്കൊള്ളുകയും ചെയ്യണം. നീണ്ട ഒരു പ്രഭാഷണത്തിലേക്ക് ഈ സമയത്ത് ഞാൻ പോകുന്നില്ല. എല്ലാവർക്കും നല്ല ഉഷ്ണം അനുഭവിക്കുന്ന സമയമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ ഹൃദയാവരിക്കുകയും നെഞ്ചിലേറ്റുകയും ചെയ്യുക എന്നത് കേവലം പ്രത്യയശാസ്ത്രപരമായ ഒരു പ്രമേയമല്ല, മറിച്ച് ലോകത്തുള്ള കോടാനകോടി മാനസങ്ങൾക്ക് മനോഹരമായ ഉദ്യാനാസ്വാദനം നൽകിയ മഹത്തായ ഒരു അനുഭവമാണ് എന്ന് നാം ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞു നോക്കിയാൽ ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഒരു നാൾ കടന്നു വരികയാണ്. ഉടനെ ഒരു സ്വഹാബിയുടെ മുഖത്തൊരു ഭാവമാറ്റം. ചോദിക്കുന്നു, അല്ലയോ എന്താണ് മോനെ സംഭവിച്ചു പോയത്? ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, എന്താണ് സംഭവിച്ചു പോയത്? ഉടനെ മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിൽ മുഖഭാവത്തിന് മാറ്റം കണ്ട നേരം ചോദിക്കുകയാണ്, അല്ലയോ സാബിത്തെ, എന്താണ് സംഭവിച്ചു പോയത്? നിങ്ങളുടെ മുഖം വിവർണമായിരിക്കുന്നുവല്ലോ. ഉടനെ ആ സ്വഹാബിക്ക് പറയാനുള്ള മറുപടി, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്താണ് മുഖഭാവങ്ങൾ മാറിയിരിക്കുന്നത്? ഉടനെ അവിടുത്തെ മറുപടിയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ലോകഗുരുവായ തങ്ങളെ, മഹാന്മാരായ സ്വഹാബത്തിന് തങ്ങളോടുള്ള ദൃഷ്ടിയുന്നത് ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ഏറ്റവും വലിയ നിവേദ്യമാണ്. ഒരു നാൾ മുത്തുനബി തങ്ങളെ കണ്ടില്ലെങ്കിൽ അവർക്ക് സഹിക്കില്ല, സാന്നിധ്യത്തിന്റെ മാധുര്യം അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് സഹിക്കില്ല. ഇങ്ങനെയുള്ള മഹാന്മാരായ സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം വരുമ്പോൾ ആ സ്വഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഈ ലോകത്ത് അവിടുത്തെ അനുയായിയായി ഞങ്ങൾ ജീവിക്കുകയാണ്. ഈ ഭൗമികമായ ലോകത്ത് ജീവിക്കുന്ന നേരത്ത് തങ്ങളെ കാണാതെ ഒരു നാളും കടന്നു പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, തങ്ങളെ കാണാതെ ഒരു നാളും ഞങ്ങൾക്ക് കഴിഞ്ഞുകൂടാനാവില്ല. ഞങ്ങളുടെ ഓരോ പ്രഭാതവും ഓരോ ദിനരാത്രങ്ങളും തങ്ങളോട് ദർശനമില്ലാതെ കടന്നു പോകാൻ കഴിയാത്തതാണ്. അങ്ങനെയാണ് ഈ ലോകത്തെ ഞങ്ങളുടെ വാസമെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എന്റെയും തങ്ങളുടെയും വിയോഗത്തെ കുറിച്ച് ആലോചിക്കുകയാണ്. എന്റെയും തങ്ങളുടെയും ഈ ലോകത്തുള്ള വാസം കഴിഞ്ഞുകൊണ്ട് പാരത്രിക ലോകത്തേക്കുള്ള യാത്രയെക്കുറിച്ച് ആലോചിക്കുകയാണ്. തങ്ങളുടെ അനുയായി എന്ന കാരണത്താൽ ഒരുപക്ഷേ സ്വർഗത്തിലാവാൻ എനിക്ക് കഴിഞ്ഞേക്കാം, ഒരുപക്ഷേ സ്വർഗസ്ഥനാവാൻ എനിക്ക് ഭാഗ്യമുണ്ടായേക്കാം. എന്നാൽ തങ്ങളുണ്ടാവുന്നത് അമ്പിയാക്കന്മാരുടെയും ഉന്നതമായ ഖൽഖ് സേ ഔലിയാ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. അവിടുന്ന് സൃഷ്ടികളിൽ ഉന്നതരാണ് അമ്പിയാക്കൾ. ആ അമ്പിയാക്കളിൽ പ്രത്യേക മഹത്വമുള്ളവരാണ് മുർസലീങ്ങൾ. ആ മുർസലീങ്ങളുടെ തന്നെ രാജാവായ നേതാവായ അത്യുന്നതങ്ങളുടെ മുഴുവനും അത്യുന്നതങ്ങളിൽ അതിനു മേലെ ഒരു ഔന്നത്യത്തിന്റെ ഭാവം ലഭിക്കാനില്ലാത്ത വിധം, അതിനു മേലെ ഒരു സ്ഥാനം ലഭ്യമാകാനില്ല. അതിനു മേലെയുള്ളത് ഖാലിഖായ റബ്ബിന്റെ മഹത്വമാണ്. ഖാലിഖായ റബ്ബിന്റെ മഹത്വം കഴിഞ്ഞാൽ പിന്നെയുള്ള മഹത്വം ഹബീബിന്റേതാണ്. അത് ദത്തമായതാണ്, അത് നൽകപ്പെട്ടതാണ്. ലഭിച്ചതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ സ്ഥാനമാരുടേതാണ്. എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ അകത്തളത്തിൽ നിന്ന് അനുരാഗത്തിന്റെ സ്നേഹജ്വാലകൾ ഉയർത്തി മദീനയുടെ മണൽപ്പരപ്പിൽ ഉദ്യാനം വിരിച്ചുകൊണ്ട് നിധി നൽകുന്ന എല്ലാവരുടെയും ഹൃദയമാകുന്ന ആരാമത്തിലെ ഒരിക്കലും വാടാതെ നിൽക്കുന്ന നറുപുഷ്പമേ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, ഒരുപക്ഷെ ഞാൻ സ്വർഗീയ ആരാമത്തിലെത്തിയേക്കാം. അവിടുന്ന് മഹാന്മാരായ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും ലോകത്തെ കഴിഞ്ഞു പോയ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന ശ്രേഷ്ഠഭാവങ്ങളുടെ മുഴുവനും ഉന്നതിയിലെത്തുമ്പോൾ ഈ സാധാരണക്കാരനായ സ്വഹാബി സ്വർഗത്തിന്റെ ഏതോ ഒരു കോണിലോ ഒരു മൂലയിലോ ആയിരിക്കാം, എനിക്ക് തങ്ങളെ കാണാനാവില്ലല്ലോ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് സാബിത്ത് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് വേദന പറയുകയാണ്. സ്വർഗത്തിന്റെ പ്രവേശം എനിക്ക് ലഭിച്ചാലും തങ്ങളുടെ കാഴ്ച എനിക്ക് ലഭിച്ചില്ലെങ്കിൽ സ്വർഗത്തിന്റെ ആനന്ദമില്ലല്ലോ ഹബീബേ എന്ന് കരയുകയാണ് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവെങ്കിൽ എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, എന്റെ പ്രിയമുള്ള ഉമ്മപെങ്ങന്മാരെ, എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ ഉള്ളിൽ ഹബീബായ തങ്ങളെ വേണ്ട പോലെ ഒന്നറിയാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? സ്വർഗം തുറക്കുന്ന നേതാവിനെ സ്വർഗത്തിന്റെ ഉള്ളിൽ ചെന്നാൽ ആ തങ്ങളുടെ സാമീപ്യം ലഭിക്കുമോ എന്ന് ആലോചിക്കുകയാണ്. അതാണ് റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു പാതിരാവിന്റെ പഴുതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രാഥമിക ആവശ്യത്തിനുള്ള പാനീയം നൽകിയപ്പോൾ ചോദിക്കുകയാണ്, അല്ലയോ റബീഅ, സൽ യാ റബീഅ, ഒന്ന് ചോദിക്കൂ റബീഅ, വേണ്ടതു നൽകാമെന്ന് പറഞ്ഞപ്പോ ആ റബീഅ റളിയല്ലാഹു അൻഹുവിനെ പറയാനുള്ളത്, യാ റസൂലല്ലാഹ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗീയ ആരാമത്തിൽ അവിടുത്തെ സാമീപ്യമാണ് എന്റെ ആവശ്യമെന്ന് പറയുന്ന മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹുവിനെ മറന്നുപോയോ സഹോദരന്മാരെ? എന്റെയും നിങ്ങളുടെയും ആലോചനകളിൽ ഹബീബായ തങ്ങളെ വരാറുണ്ടോ? എന്റെ പ്രിയമുള്ള മക്കള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടന്മാരാകണം. എന്റെയും നിങ്ങളുടെയും ഏകാന്തതയിലിരിക്കുന്ന സമയത്ത് മനസ്സ് മദീനയിലേക്ക് ചെല്ലണം. മഹാനരായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞാലും മതിയാകാത്ത അനുരാഗത്തിന്റെ ജ്വാലയല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹു ഉയർത്തിയത്? വിശദമായ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്റെ സദസ്സിനോട് വളരെ വിനയത്തോടെ പറയാനുള്ളത്, എന്റെയും നിങ്ങളുടെയും ഇരുലോക വിജയത്തിന്റെ നിദാനമെന്ന് പറയുന്നത് ഹബീബ് റസൂലുള്ളാഹ്. സായിലോ ദാമൻ സഖീകാ धाम लो, कुछ न कुछ इनाम हो ही जाएगा. ചോദിക്കുന്നവരെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോന്തല പിടിച്ച് ചോദിക്കണമേ, എന്നാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് മുഴുവനും തരാനുള്ള കേന്ദ്രമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പറയുമ്പോ ലോകത്തിന് മുഴുവനും നൽകാനുള്ള അനുരാഗത്തിന്റെയും അനുദാനത്തിന്റെയും കേന്ദ്രമാണ് എന്റെയും നിങ്ങളുടെയും നേതാവ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ. യാ ഇലാഹി ഹർ ജഗാ തേരി അതാ കാ സാത്ത് ഹോ, ജബ് പരേ മുഷ്കിൽ സേ മുഷ്കിൽ കുശാ കാ സാത്ത് ഹോ. എല്ലാ ദാനങ്ങളുടെയും കേന്ദ്രം ഹബീബാണ്. എല്ലാ ദൈന്യതയിൽ നിന്നുള്ള മോചനത്തിന്റെയും കേന്ദ്രം ഹബീബാണ്. എല്ലാ പ്രാതികൂല്യങ്ങളെയും മറികടക്കാനുള്ള ഊർജ സ്രോതസ് അത് ഹബീബാണ്.
എല്ലാ നൊമ്പരങ്ങളിൽ നിന്നുമുള്ള മോചനം അത് മുത്തൊളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇന്ന് നമ്മുടെ കേരളം ഇങ്ങനെ അസ്തമിച്ച് നിൽക്കുകയാണ് ക്യാൻസറിന്റെ മുമ്പിൽ. കൃത്യമായ ഒരു മരുന്ന് പറയാനുണ്ടോ? ഇല്ല. കൃത്യമായ ഒരു പരിഹാരം പറയാനുണ്ടോ? ഇല്ല. ഇന്നലെ ഞങ്ങൾ RCCയിൽ ജോലി ചെയ്യുന്ന ഒരാളുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടാൻ വേണ്ടി ഉണ്ടായ ഒരു ഹോസ്പിറ്റൽ എന്നേ പറയാനുള്ളൂ. ഈ രോഗികൾക്കൊന്നും കൃത്യമായ ഒരു പരിഹാരം നൽകാൻ ഒന്നും നമ്മുടെ കയ്യിലില്ല. താൽക്കാലികമായൊരു മനസ്സമാധാനം, താൽക്കാലികമായ ഒരു വേദനാസംഹാരി, അല്പം ചില ആശ്വാസങ്ങൾ എന്നതിനപ്പുറം ഇതിന് പൂർണ്ണമായ ഒരു പരിഹാരമില്ല. പലപ്പോഴും നമ്മൾ ഏർലി സ്റ്റേജിൽ കണ്ടെത്തിയ രോഗികൾ പൂർണ്ണമായും ശിഫയായി എന്ന നിലക്ക് പറഞ്ഞുവിട്ട ആളുകളുണ്ട്. പക്ഷേ 8 വർഷം 10 വർഷം കഴിയുമ്പോൾ വീണ്ടും അവർ മടങ്ങി വരുന്നു. ഇത് നമ്മുടെ RCCയിലെ ഡോക്ടേഴ്സിനിടയിൽ സജീവമായ ചർച്ച നടക്കുകയാണ്. കാരണം ഇതെവിടെയും നമുക്ക് ഭേദപ്പെടുത്താൻ കഴിയുന്നില്ല. ചില ആളുകളുടെ രോഗം കണ്ടെത്തിയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറയും, ഏർലി സ്റ്റേജിൽ തന്നെ കിട്ടിയതുകൊണ്ട് നമുക്ക് പരിഹാരം ഉണ്ടാവും. താൽക്കാലികമായ ചില ആശ്വാസങ്ങളാണ്. അടിസ്ഥാനപരമായി അതിന് പരിഹാരം പൂർണ്ണമായി കൊണ്ടുവരാൻ കഴിയുന്നില്ല. RCCയിൽ കിടക്കുന്ന ഒട്ടുമിക്ക രോഗികളും മരണത്തിന്റെ തീയതി കാത്തുകിടക്കുന്നത് പോലെയാണ് വാർഡിലേക്ക് ചെന്നാൽ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ വിധത്തിലുള്ള ഒരു മഹാമാരി ഇവിടെ പടർന്നു പിടിക്കുകയാണ്. എന്നാൽ മുൻഗാമികളായ മഹാന്മാര് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ അഭയം തേടാനുള്ള കേന്ദ്രമായി കണ്ടതെവിടെയാണ്? വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വൈന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. ഒരു സമുദായത്തിന്റെ സമൂലമായ പരിഹാരമായി വന്ന പുണ്യനബിതങ്ങൾ, അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ സമൂലമായ നേതൃത്വം നൽകുന്ന ഒരു റസൂൽ, ആ ഉമ്മത്തിന്റെ എല്ലാ വേദനകളെയും ഏറ്റെടുക്കാനുള്ള കേന്ദ്രമാണ്. സ്വഹാബത്ത് പറയുന്ന സന്ദേശം അതാണ്. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ. അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളിലേക്കല്ലാതെ ഞങ്ങൾക്ക് ഓടിയെത്താൻ ഒരു അഭയകേന്ദ്രമില്ല. അതവരുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ അടുത്ത വരിയിൽ അവര് പറയുന്നത് ലോകം മുഴുവനും അറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. വൈന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. ഒരു ജനതയ്ക്കുള്ള അഭയകേന്ദ്രം അവരുടെ നബിയല്ലാതെ മറ്റാരാണ്? ഒരു ജനതയ്ക്കുള്ള അഭയകേന്ദ്രം അവരുടെ നബിയല്ലാതെ മറ്റാരാണ് എന്ന പൊതുവായ ഒരു പ്രമേയമാണ് സ്വഹാബികൾ പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ ശാരീരിക വേദനകളെയും അവരുടെ മാനസിക നൊമ്പരങ്ങളെയും അവരുടെ സാമ്പത്തിക ദുരിതങ്ങളെയും മുഴുവനും ചെന്നു പറയുന്നത് എവിടെയാണ്? ഹബീബായ തങ്ങളുടെ സമക്ഷത്തിലാണ്. സ്വഹാബത്ത് ഏത് രീതിയിലാണോ കെലിമ ചൊല്ലിയത്, അതേ കെലിമ തന്നെയാണ് നമ്മുടെയും കെലിമ. അഥവാ അവര് പറഞ്ഞു, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. നമ്മളും പറയുന്നത് അതേ കെലിമയാണ്. റസൂലായിരുന്നു എന്നല്ല, റസൂലാണ് എന്നാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന്റെ ചലനങ്ങളെ അറിഞ്ഞുകൊണ്ട് ഖബർ ഷരീഫിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുകയാണ്.
അവിടെയാണ് ഈ പ്രയോഗത്തിന്റെ കൃത്യത വരുന്നത്. വൈന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. ഒരു ജനതയുടെ അഭയകേന്ദ്രം അവരുടെ നബിയല്ലാതെ മറ്റാരാണ്? അതുകൊണ്ടാണ് മുൻഗാമികൾ അവരവരുടെ കാലത്ത് പലവിധങ്ങളായ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവര് സ്വലാത്തുകൾ ചൊല്ലി മൗലിദുകൾ ഓതിയിട്ട് രോഗം മാറാനല്ലേ അവരെ പോയത്. മൗലിദുൽ മൻഖൂസ് ഉണ്ടായത് ഒരു രോഗശമനത്തിന് വേണ്ടി നിർദ്ദേശിച്ചതായിരുന്നു. അതുപോലെ സ്വലാത്തുകൾ മുഴുവനും പഠിച്ചു നോക്കിയാൽ ആ സ്വലാത്തുകളുടെ വാചകങ്ങളെല്ലാം രൂപപ്പെട്ടത് ഒരു കാലത്തെ രോഗം, ഒരു കാലത്തെ വേദന, ഒരു പ്രദേശത്തെ നൊമ്പരം, അവിടെ നിന്നാണ് സ്വലാത്തിന്റെ വാചകങ്ങൾ ഉണ്ടായത്. സ്വലാത്തുൻ ആരിയ വന്നത്, സ്വലാത്തു തിബ്ബ് വന്നത്, സ്വലാത്തു ഷിഫാ വന്നത്, സ്വലാത്തുൽ ഫാത്തിഹ വന്നത്, അതെല്ലാം ഓരോ ഘട്ടത്തിലെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള മുത്തുനബിതങ്ങളോടുള്ള ബന്ധമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് മഴ വേണോ? നമുക്ക് ചെന്ന് പറയാനുള്ള കേന്ദ്രമേതാണ്? ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തുനബി തങ്ങളെ വഫാത്തായ ശേഷം സ്വഹാബത്ത് ചെന്നില്ലേ ഹബീബായ തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക്? മഴ വേണമെന്ന് പറഞ്ഞില്ലേ? നമുക്കും പറയാനുള്ളത് വാബി അല്ലാ യുസ്തസ്ഖൽ വമാമോ ബിവജ്ഹിഹി സിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി. അല്ലാഹുവേ, ഞങ്ങളുടെ നാടുകളെല്ലാം വെള്ളമില്ലാതെ വറ്റി വരളുകയാണ്. ഞങ്ങൾക്ക് കാരുണ്യത്തിന്റെ മഴ നൽകണേ അല്ലാ. ഞങ്ങളുടെ നാടുകളിൽ നീ കാരുണ്യത്തിന്റെ മഴ ചൊരിയണേ അല്ലാ. അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസാ, അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസാ, അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസാ, അല്ലാഹുമ്മ ലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ കാരുണ്യത്തിന് മഴ നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാമായ മുത്തുനബിതങ്ങളെ വസീലയാക്കി നിന്നോട് ഞങ്ങൾ കേഴുകയാണ്. ഒരുപാട് നാടുകളിൽ ഇതാ കുടിവെള്ളമില്ലാതെ ജനങ്ങൾ വിഷമിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പണം കൊടുത്ത വെള്ളം വാങ്ങിയിട്ട് തികയുന്നില്ല. അല്ലാഹുവേ, നിന്റെ കാരുണ്യമാകുന്ന മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ചു തരണമേ അല്ലാ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റു കാരണമായി, കുറ്റങ്ങൾ കാരണമായി നിന്റെ റഹ്മത്തിന്റെ മഴ ഞങ്ങൾക്ക് തടയല്ലേ അല്ലാ. മുത്തുനബി തങ്ങളുടെ മനോഹരമായ തിരുമുഖം ആകാശത്തേക്ക് കാണിച്ചിട്ട് ചോദിച്ചപ്പോ മഴ നൽകിയ അല്ലാ, ആ ഹബീബിനെ കുറിച്ച് പറയുന്ന ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ കാരുണ്യത്തിന്റെ മഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കണേ റഹ്മാനേ. ബിഹഖ് നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഇങ്ങനെ എല്ലാ വേദനയുടെയും പരിഹാരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനാവണം. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രയാസം വന്നാലും ഹബീബിനെ അറിയാനാവണം. ഇസ്ലാമിന്റെ പേരിലുള്ള പെൺകൊടികൾ ഇന്ന് തെരുവോരങ്ങളിൽ അരുതായ്മയുടെ ഇരകളായി മാറുന്നത്, നമ്മൾ ഇന്ന് ഒരുപാട് പ്രാതികൂല്യങ്ങളുടെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്, ഈ സമുദായം എന്ന പലർക്കും കൊത്തിക്കൊണ്ടുപോകാൻ കഴുകന്മാർക്ക് പറിച്ചെടുക്കാനുള്ള ഇരകളായി മാറുന്നത്, നമുക്ക് ഹബീബിനോടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ അന്യമാകുമ്പോഴാണ്. എന്നാൽ മുൻഗാമികളുടെ ബന്ധമെന്താണ്? യാ ഇലാഹി ഭൂൽ ജായേ नाज की तकलीफ को शादी दीदार हुस्न मुस्तफा का साथ हो या इलाही और तेरा की जबाए सख्त रात उनके प्यारे मुँह की सुबह जाफिजा का साथ हो
या इलाही जब ज़बाने बाहर आए प्यास से साहिबे कौसर से जूदो अता का साथ हो. അല്ലാഹുവേ, പ്രതിസന്ധി ഘട്ടങ്ങളുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ കേഴുന്നത്, പ്രയാസങ്ങളുടെ തീച്ചൂളയിൽ നിന്ന് ഞങ്ങൾ പരിഹാരം തേടുന്നത്, നാളെ ആളുകൾ തൊണ്ട വരണ്ടിട്ട് നാവ പുറത്തേക്കിടുന്ന ഒരു കാലം വരും. അപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് യാ ഇലാഹി ജബ് സബാനെ ബാഹറായേ പ്യാസ് സേ, അവിടുന്ന് ദൗഃഖം കൊണ്ട്, അവിടുത്തെ വരൾച്ച കൊണ്ട് ദാഹം അകറ്റാൻ കഴിയാതെ വരുമ്പോ, നാവ പുറത്തേക്കിടുമ്പോ സ്വാഹിബേ കൗസർ, അവിടുന്ന് കൗസറിന്റെ നായകരെ ഷഹേജൂദോ താക്കാസാത്തോ, അവിടുത്തെ ഔദാര്യമാണ് ഞങ്ങൾ കാക്ഷിക്കുന്നത്, അവിടുത്തെ ഔദാര്യമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ ഓരോ ഘട്ടത്തിലും യാ ഇലാഹി സർദ് മെഹരി പർ ജബ് ഖുർശിദ് ഹശർ സയ്യിദേ ബസായെ കെ ജില്ലേ ലിവാ കാ സാത്തോ, അവിടുന്ന് അതാ തീതുപ്പുന്ന സൂര്യന് കീഴെ തിളച്ചമറിയുന്ന താപം വമിക്കുന്ന ശരീരങ്ങളുടെ നടുവിൽ നിന്ന് അവിടുത്തെ തിരുപതാകയുടെ തണലാണ് ഞങ്ങൾക്ക് താങ്ങായി നിഴലായി വരാനുള്ളത്. ഞങ്ങളെ ഒന്ന് കാക്കണമെന്ന് മുത്തുനബി തങ്ങളെ വസീലയാക്കി വിശ്വാസികൾ ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സു ചെന്നു ചേരേണ്ടത് ഇലാ മദീനത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക്. ഇൻഷാ അല്ലാഹ് ഹബീബായ തങ്ങളെക്കുറിച്ചുള്ള മറ്റു വിശദീകരണങ്ങൾ പല പ്രഭാഷണങ്ങളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകിയാൽ ഇനിയും നമുക്ക് പറയാം. ഈ വേദിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, നാളെ എല്ലാ മനുഷ്യരും ഒത്തുകൂടുന്ന പാരത്രിക ലോകത്ത് തങ്ങളെ ഒന്ന് കാണാൻ ഞങ്ങൾ എവിടേക്ക് വരണം തങ്ങളെ? നാളെ ഇവിടെയുള്ള എല്ലാ മനുഷ്യന്മാരും ഒത്തുകൂടുന്ന മഹ്ശറിൽ ഹബീബായ തങ്ങളെ, തങ്ങളുടെ സാമീപ്യത്തിന് ഞങ്ങൾ എവിടേക്കാണ് വരേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ ഹൗദിന്റെ അടുക്കൽ ഉണ്ടാകുമേ, ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടി കാത്തു നിൽക്കും. എവിടെയാണ്? ഹൗദുൽ കൗസറിന്റെ ചാരേ. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. തങ്ങൾക്ക് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഹൗദുൽ കൗസർ എന്ന് പറയുന്നത്. ആ ഹൗദുൽ ഞാൻ ഉണ്ടാകുമേ. സ്വഹാബത്ത് ചോദിച്ചു, ഈ ഹൗദുൽ കൗസർ എന്തിന്റെ പ്രതീകമാണ്? പരലോകത്തെ മുത്തുനബിതങ്ങൾ ഉമ്മത്തിന് നൽകുന്നതിന്റെ പ്രതീകമാണ് ഹൗദുൽ കൗസർ. നമ്മുടെ കാരുണ്യത്തിന് വേണ്ടി നൽകാനുള്ള തീർത്ഥജലമാണവിടെ. ഉമ്മത്തിന്റെ ദാഹമകറ്റാനുള്ള നക്ഷത്ര സമാനവും തുല്യവുമായ കോപ്പകൾ നിരത്തിവച്ചിരിക്കുന്ന നാളത്തെ കൗസറിന്റെ ചാരയാണ് ഹബീബായ തങ്ങൾ ഈ ഉമ്മത്തിനെ കാത്തു നിൽക്കുന്നത്. അവിടെയല്ലെങ്കിൽ പിന്നെ എവിടെയാണ് തങ്ങൾ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന അടുത്ത ഒരു പോസ്റ്റ് ഇൻദൽ മീസാൻ, നന്മതിന്മകളെ അളക്കുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടാകുമേ. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യന്മാരുടെ കർമ്മങ്ങൾ അളക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുന്നത്?
എന്റെ ഉമ്മത്തിൽ ആരാണ് വേദനിക്കുന്നതെന്നറിയാൻ, ആരാണ് നന്മ കുറഞ്ഞ തിന്മയേറിയിട്ട് പ്രയാസപ്പെടുന്നതാരാണെന്നറിയാൻ മീസാനിന്റെ അടുക്കലുണ്ടാകുമെന്ന് എന്റെയും നിങ്ങളുടെയും നേതാവ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഉപ്പ വരുന്നില്ല, ഉമ്മ വരുന്നില്ല, ജ്യേഷ്ഠൻ വരുന്നില്ല, അനുജൻ വരുന്നില്ല, ഭാര്യ വരുന്നില്ല, ഭർത്താവ് വരുന്നില്ല. അവനവന്റെ രക്ഷയോർത്ത് നെട്ടോട്ടമോടുന്ന നാളിൽ ഈ ഉമ്മത്തിന് വേണ്ടി കാത്തു നിൽക്കുമെന്ന് ലോകത്തിന്റെ കാരുണ്യം റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഉമ്മ പെങ്ങന്മാരെ, നമ്മളെ ഖബറിൽ നോക്കാൻ വരുന്നതും വേറെ ആരുമല്ല, കാരുണ്യത്തിന്റെ തിരുനോട്ടം തരാൻ മദീനയിൽ വിശ്രമിക്കുന്ന നായകരാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഷയത്തിലേക്ക് ഇപ്പോൾ ഞാൻ പോണില്ല. ഒരുപാട് നമ്മൾ അറിയാനും പഠിക്കാനുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറയിൽ 9 ഖദറാഇന്റെ തണലിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലോകത്തുള്ള എല്ലാ വിശ്വാസിയുടെയും ഖബറുകളിലേക്ക് വെളിച്ചം പകർന്നുകൊണ്ട് കിടക്കുന്ന മിഷ്കാത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ. ആ ഖബറിലേക്ക് വെളിച്ചം തരാനുള്ള നായകരാണ്. പരലോകത്തെ മീസാനിന്റെ അടുക്കലും കണ്ടില്ലെങ്കിൽ എവിടെയാണ് തങ്ങളുണ്ടാവുക? സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ ഇൻദ സിറാത്ത്, കൗസറിന്റെ അടുക്കലും നിങ്ങൾക്ക് കാണാനായില്ലെങ്കിൽ മീസാനിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ഉമ്മത്തിന് വേണ്ടിയാണ് തങ്ങളുള്ളത്. അവിടെയും നിങ്ങൾക്ക് കാണാനായില്ലെങ്കിൽ സിറാത്തിന്റെ അടുക്കലുണ്ടാകും. അഥവാ കടന്നു പോകുന്ന ഒരു ഘട്ടമാണ്, ഒരു പാലമാണ്. അങ്ങനെ പറയാൻ നമുക്കറിയോ? എങ്ങനെയെന്ന് കൃത്യമായി പറയാൻ നമുക്കറിവില്ല. ഏതായാലും കടന്നു പോകുന്ന ഒരു പാലമുണ്ട്, ഒരു ഘട്ടമുണ്ട്. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ, ആ ഘട്ടത്തിൽ നിന്നൊരാൾ കാല് വഴുതിയാൽ നരകത്തിലേക്കാണ്, കടന്നു ചെന്നാൽ സ്വർഗത്തിലേക്കാണ്. അങ്ങനെയുള്ള സിറാത്ത് അവിടെ ഉണ്ടാവും. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിൽക്കുന്നത്? ഈ ഉമ്മത്തിലെ ഒരാൾ ആ പാലത്തിന്മേൽ കയറുമ്പോൾ അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, എന്റെ ഉമ്മത്തിലെ ഒരനുയായി ഇതാ കടക്കുകയാണ്, അയാളെ വീഴ്ത്താതെ സ്വർഗത്തിൽ എത്തിക്കണേ അല്ലാഹ് എന്ന് പറയാൻ വേണ്ടി നമ്മളെ കാത്തു നിൽക്കുന്ന നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ സയ്യിദി وملاذي وكأسي ومشربي ووصالي وقرة عيني محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ എല്ലാ ഘട്ടത്തിലെയും താങ്ങാണ്, തണലാണ്, നമ്മുടെ അവലംബ കേന്ദ്രമാണ്. കൂട്ടുകാരെ, രക്ഷിതാക്കളെ, ഒറ്റക്കും ഇരുന്ന് സ്വലാത്തു ചൊല്ലിയിട്ട് മദീനത്തുള്ള ഹബീബിനൊന്ന് സലാം ചൊല്ലിയിട്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുമ്പോ മദീനയിലെ പച്ചക്കൊബ്ബ ഹൃദയത്തിലേക്ക് വന്ന് അതിന്റെ ഉള്ളിൽ വിശ്രമിക്കുന്ന ഹബീബിന്റെ വിചാരമെന്ന് വരുമ്പോ അനുഭവിക്കുന്ന ഒരു മാനസികമായ സംതൃപ്തിയുണ്ട്, മാനസികമായ ആനന്ദമുണ്ട്. ആനന്ദം തരാൻ ലോകത്തുള്ള ഒരു കാഴ്ചയ്ക്കും സാധ്യമല്ല, ഒരു കേൾവിക്കും സാധ്യമല്ല,
ഒരനുഭവത്തിനും സാധ്യമല്ല, ഒരനുഭൂതിക്കും സാധ്യമല്ല, ലോകത്തുള്ള ഒരു സംവിധാനത്തിനും സാധ്യമല്ല. ഏകാന്തതയിലിരുന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബായ തങ്ങളെ ഒന്ന് വിളിക്കുമോനെ, മറകൾ നീക്കിയിട്ട് കൽബിലേക്ക് ഹബീബ് നോക്കുന്ന ഒരവസ്ഥ ഇമാമിയങ്ങൾ അനുഭവിക്കുകയാണ്. അതിനൊന്നും നമുക്ക് കഴിയില്ലെങ്കിലും ആ മദീന നമ്മുടെ കൽബിലേക്ക് ഹാജരാകുമ്പോൾ ഹറം കീ ജമീൻ ഓർ ഖദം രഖ് കെ ചൽനാ അരേ സർ കാ മൗഖ ഓ ജാനെ വാലേ. അനുരാഗത്തിന്റെ പ്രേമപാത്രം ഹൃദയത്തിലേക്ക് വരുമ്പോ ഏത് അനുരാഗിയുടെ കൽബാണ് ആനന്ദിക്കാതിരിക്കുക? ഏത് ഇഷ്ടന്റെ കണ്ണാണ് നനയാതിരിക്കുക? ഏത് നബി സ്നേഹിയാണ് മദീനയിലേക്ക് ചേരാതിരിക്കുക? അല്ലാഹുവേ, ഞങ്ങൾക്ക് ആത്മീയ അനുഭവങ്ങൾ നൽകി. ഞങ്ങൾക്ക് ശാരീരികമായി എപ്പോഴും മദീനയിലെത്താൻ കഴിയില്ലെങ്കിലും ഞങ്ങളുടെ കൽബ് എപ്പോഴും ഇലൽ ഹബീബി തമീലൂ. ഞങ്ങളുടെ കൽബ് മദീനയിലേക്ക് ചേർത്ത് വെച്ച് അനുരാഗത്തിന്റെ അനുഭൂതികൾ സ്വീകരിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആ അനുരാഗധാരമുറിയാതെ ജീവിതത്തിന്റെ രാപ്പകലുകളിൽ മുഴുവനും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹു തആല നമ്മെ മുഴുവനും ഖബൂൽ ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഒരു സന്ദേശം കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ദുആ ചെയ്യാം. പ്രിയമുള്ള സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്കും പറഞ്ഞു തീർക്കാനാവാത്ത ഒരു പ്രമേയം, അവിടുത്തെ സ്നേഹം ആർക്കും പറഞ്ഞു തീർക്കാനാവാത്ത ഒരു ലോകം, അവിടുത്തെ സ്നേഹപ്രയോഗങ്ങളുടെ വിശദീകരണങ്ങൾ നൽകാൻ ഭാഷയ്ക്ക് കഴിയില്ല, അവതരണങ്ങൾക്ക് സാധ്യമല്ല, അലങ്കാരങ്ങൾ ആവശ്യമില്ല. കാരണം വസ്തുതകൾ പറഞ്ഞു തീർക്കാനാവാത്തിടത്ത് എന്ത് അലങ്കാരം? ഉമ്മപെങ്ങന്മാരെ, രക്ഷിതാക്കളെ, മനസ്സറിഞ്ഞിട്ട് സ്വലാത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിക്കാൻ കഴിയും. ഓരോ ദിവസവും എത്രയോ മുഹിബ്ബീങ്ങളാണ് സ്വലാത്ത് ചൊല്ലി മദീനയിലെത്തിയ ആളുകളുണ്ട്. അതുപോലെ തന്നെ മദീനത്ത് ചെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിച്ചവരുണ്ട്. ഇത്രയും മാലിന്യങ്ങളും കാലുഷ്യങ്ങളും എല്ലാം ലോകത്ത് നടക്കുമ്പോഴും അൽ ഈമാനു യഅ്രിസു ഇലൽ മദീന. ഇന്നും ഒരു ചെറുപ്പക്കാരൻ എനിക്ക് സന്ദേശം അയച്ചു, ഞാൻ ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലി കഴിഞ്ഞുകൂടി. എനിക്ക് കുടുംബപരമായി ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് ഹബീബിന്റെ മദീനയിലെത്താൻ കഴിഞ്ഞു. ആ മദീനത്ത് ചെന്ന് അനുഭവിച്ച സൗരഭ്യങ്ങളെ പങ്കുവെച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ സന്ദേശം അയച്ചു. അങ്ങനെ എത്രയോ ആളുകൾ സ്വലാത്തു ചൊല്ലി മദീനയിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിക്കുകയാണ്. നബി സ്നേഹത്തിന്റെ ലോകത്തെക്കുറിച്ച് അറിയുമ്പോൾ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന്, വികലമായ ആശയങ്ങളിൽ നിന്ന് മാറി വന്ന എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹലോകമാണ് ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ച് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, ഈ ലോകത്ത് നിന്ന് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണം. അവിടുത്തെ മദീനത്ത് ചെന്ന് സലാം പറയുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേൾക്കും. അവിടുന്ന് ഇഷ്ടമുള്ള ആളുകൾക്കെല്ലാം സലാം മടക്കും. ആ സലാം മടക്കുന്ന നേരത്ത് ചില പ്രത്യേകക്കാർക്ക് മാത്രം ആ സലാം പറയുന്നത് കേൾക്കാൻ കഴിയും. അല്ലാഹു തആല അവസാന സന്ദർശനത്തിലെങ്കിലും അവിടുത്തെ സലാം മടക്കുന്നതെന്ന് കേൾക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് തവണ മദീനയിൽ ചെല്ലാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. അങ്ങനെ സലാം മടക്കുന്നത് കേട്ട എത്രയോ മഹാന്മാരുണ്ട്. നമ്മൾ അതിനൊന്നും യോഗ്യരല്ല, പക്ഷേ ആശിച്ചു പോവുകയാണ്, കൊതിച്ചു പോവുകയാണ്. അല്ലാഹു തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹബ്ബത്തിന്റെ ഒരധ്യായം കൂടി പറയുന്നതിന് മുമ്പ് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ മാർച്ച് മാസം 10, 11, 12 തീയതികളിൽ 3000-ഓളം വരുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് മാത്രം പഠിക്കുന്ന ഉയർന്ന തലത്തിലുള്ള വിദ്യാർത്ഥികൾ സംബന്ധിക്കുന്ന സമ്മേളനം നമ്മുടെ മഅദിനിൽ വെച്ച് നടക്കുകയാണ്.
ഇത് സാധാരണ ഒരു സമ്മേളനം പോലെയല്ല. നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് പുതിയ കലാലയ പരിസരത്ത് നിന്ന് പല തെറ്റുകളിലേക്കും മാലിന്യങ്ങളിലേക്കും പോകേണ്ട ആളുകളെ പിടിച്ചു നിർത്തിയിട്ട് അവർക്ക് നേരും നന്മയും തൗഫീഖും എല്ലാം ലഭിക്കുന്ന ഒരു വഴിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ഈ സമ്മേളനങ്ങളിൽ നിന്നുള്ള അനുഭവം നിങ്ങളോട് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, നൂറുകണക്കിന് ഡോക്ടർമാർ ഇന്നവർ മാന്യമായി അവരുടെ സേവനം ചെയ്യുന്നതോടൊപ്പം 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു എന്ന് മാത്രമല്ല, ളുഹ മുടക്കാത്ത, തഹജ്ജുദ് മുടക്കാത്ത, ഹദ്ദാദ് മുടക്കാത്ത, സൂറത്തുൽ മുൽക്ക് മുടക്കാത്ത മാതൃകയുള്ള ഒരുപാട് ഡോക്ടർമാരെ സമ്മാനിക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിനും ഇതുപോലെയുള്ള സമ്മേളനത്തിലൂടെയും സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർകൾ ഇജാസത്ത് നൽകുന്നതനുസരിച്ച് സ്വലാത്തും ഹദ്ദാദും മുടക്കാതെ ചൊല്ലുന്ന നൂറുകണക്കിന് പ്രൊഫഷണലുകളെ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ആളുകളെ സമ്മാനിക്കാൻ നമ്മുടെ ഈ സമ്മേളനത്തിന് കഴിഞ്ഞു. പേരെടുത്ത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് SSFന്റെ ക്യാമ്പസ് യൂണിറ്റിൽ കടന്നു വന്ന ഡോക്ടർ ഷമീർ അലി, ഇന്നിവിടെ ഞാൻ അഥവാ പ്രസംഗിക്കാൻ എത്താൻ വൈകിയാൽ ഷമീർ അലി ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കയറി നിന്ന് മനോഹരമായി മഹബ്ബത്തുർ റസൂൽ പ്രസംഗിക്കാൻ പറ്റുന്ന മതബോധമുള്ള ആളാണ്. ഒരു പള്ളിയിൽ ജുമഅക്ക് കൂടുമ്പോൾ ഖതീബ് എത്തിയില്ലെങ്കിൽ അവിടെ കയറി നിന്ന് ഖുത്ബ ഓതാൻ കഴിയുന്ന അത്രയും മതബോധമുള്ള ആളാണ്, വിവരമുള്ള ആളാണ്. അതോടൊപ്പം തന്നെ മാന്യമായി MBBS പൂർത്തീകരിച്ച് ഡൽഹിയിൽ എയിംസിൽ ഉപരിപഠനം നടത്തി ഇപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ നമ്മുടെ ക്യാമ്പസ് യൂണിറ്റിൽ നിന്ന് ഉയർന്ന് മാതൃകയുള്ളൊരു ചെറുപ്പക്കാരനായി ഇന്നും ദീനിനു വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു അനുഭവം ഉണ്ടായി. തിരുവനന്തപുരത്ത് RCCയിൽ കോഴിക്കോടുള്ളൊരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടുപോയി. ആ മരണപ്പെട്ടുപോയവരുടെ ജനാസ ഒന്ന് കൈകാര്യം ചെയ്തു വിടാൻ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കോൾ വന്നു. നമ്മുടെ 4-5 ആംബുലൻസ് സർവീസുകൾ ഇവിടെയുണ്ട്. അത് ഓടിയെത്തുമ്പോഴേക്ക് വേറെ ആരോ ആ ജനാസയുമായി പോയി എന്നറിഞ്ഞു. അങ്ങനെ എവിടെയാണ് പോയത്, എന്താണ് സേവനം വേണ്ടതെന്നറിഞ്ഞ് നമ്മുടെ ഡോക്ടർ ഷമീർ അലിയും ടീമും അതിൻ്റെ പിന്നാലെ ചെല്ലുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ജനാസ കുളിപ്പിച്ച് പൊതിഞ്ഞിട്ടുണ്ട്, എന്നാൽ നിസ്കരിച്ചയക്കാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വന്ന്, എല്ലാവരും ഓതെടുത്ത് വരിക, നമുക്ക് മാന്യമായി നിസ്കരിച്ചുകൊണ്ട് ഈ ജനാസ യാത്രയാക്കാം. അങ്ങനെ ഇമാമത്ത് നിന്ന് ആ ജനാസയ്ക്ക് അപ്പോൾ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മതവിധിയിൽ നിന്ന് അറിഞ്ഞു പഠിച്ച് പരിപാലിച്ച് യാത്രയാക്കാൻ നമ്മുടെ ഒരു പറ്റം ഡോക്ടർമാർ അൽഹംദുലില്ലാഹ് ഏതെങ്കിലും താൽക്കാലിക താൽപര്യങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തെ വിൽക്കാനുള്ള മനസ്സവരുടെ കയ്യിലില്ല. രോഗിയോട് അനീതി കാണിക്കാനുള്ള ക്രൂരത അവർക്കില്ല. അങ്ങനെയുള്ള നല്ല ഒരു പറ്റം ഡോക്ടർമാരെ വാർത്തെടുക്കാൻ അൽഹംദുലില്ലാഹ് നമ്മുടെ മഹത്തായ ഈ പ്രസ്ഥാനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിയിൽ പഠിച്ച, പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ആഷിഖ് ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുന്നു. ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴും ആലപ്പുഴയിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹം വിളിച്ചിരുന്നു. അങ്ങനെ അവരുടെ പഠനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഇടയിൽ അവർ ദീനീ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തുന്നു. അവരുടെ സായാഹ്നങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സേവനത്തിനും അതുപോലെ തന്നെ കൃത്യമായ ഇബാദത്തുകൾ പരിപാലിച്ചു കൊണ്ടുപോകുന്ന എത്രയോ ആളുകളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. നിരീശ്വരവാദത്തിലേക്ക് പോകേണ്ട ആളുകൾക്ക് ദീനീയായ ബോധം നൽകാൻ നമ്മുടെ പ്രോഫ് സമ്മിറ്റുകളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, തെറ്റായ വിശ്വാസങ്ങളിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ബിദ്ഈ പ്രസ്ഥാനങ്ങളുടെ പ്രൊഫഷണൽ സമ്മേളനം നടക്കുന്ന അതേ സമയത്തു തന്നെയാണ് നമ്മുടെ സമ്മേളനവും നടക്കുന്നത്. നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഭൗതികമായി ഒന്നും അവർക്ക് പ്രതീക്ഷിക്കാനില്ല. നമ്മൾ അവർക്ക് നൽകുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണമെന്ന്, സ്വലാത്ത് ദായിമാക്കണമെന്ന്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് അവർക്ക് ദിക്ർ ചൊല്ലാനുള്ള കൗണ്ടറാണ്, അവർക്ക് ദിക്ർ ചൊല്ലാനുള്ള കിതാബാണ്, അതുപോലെ തന്നെ അവർക്ക് വിരിച്ചു നിസ്കരിക്കാനുള്ള മുസല്ലയാണ്. ഇതെല്ലാം നൽകി ഭൗതിക ലോകത്തെ ഒരുപാട് തെറ്റായ ചുറ്റുപാടുകളുടെ നടുവിൽ ജീവിക്കുന്നവർക്ക് മതബോധം നൽകാനുള്ള, ഒരു മതസ്ഥാപനത്തിന്റെ ചിട്ടവട്ടത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയേക്കാൾ പ്രയാസമാണ് പ്രതികൂലമായ സാഹചര്യത്തിലുള്ള ഭൗതിക വിദ്യാർത്ഥികളെ ദീനീബോധം കൊടുത്തു കൊണ്ടുവരിക എന്നത്. അങ്ങനെ ഒരു ടീം വളർന്നു വന്നാൽ മാതൃകായോഗ്യരായ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ഇങ്ങനെ നല്ല ഒരു മുന്നേറ്റത്തിന്റെ വഴിയിൽ ഒരു മുത്തഅല്ലിമിനെ സഹായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ചില ആവശ്യങ്ങൾ വെച്ച് നോക്കിയാൽ അതിനേക്കാൾ ഇന്നത്തെ കാലത്ത് പ്രാധാന്യമുള്ള ഒരു സഹായമാണ് ഒരു നല്ല സമൂഹത്തിൽ പ്രതിനിധാനം ചെയ്യാനുള്ള ഒരു ഐക്കണായ
പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിശ്വാസവും അവരുടെ കർമ്മവും അവരുടെ ആചാരവും അവരുടെ അനുഷ്ഠാനവും എല്ലാം നേർവഴിക്ക് കൊണ്ടുവരാനുള്ള വലിയ ഒരു ദൗത്യത്തിന്റെ ഭാഗമാണ് നമ്മുടെ പ്രൊഫഷണൽ സമ്മേളനം. അതുകൊണ്ട് നമ്മളെല്ലാവരും അവർക്ക് നല്ലതുപോലെ ആതിഥ്യം നൽകി വേണ്ടതെല്ലാം ഒരുക്കി സ്വീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ബർക്കത്ത് കൊണ്ട് പരിശുദ്ധമായ ദീനിന് സേവനം ചെയ്ത വലിയ പ്രതിഫലം അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മദീനത്തെ പള്ളിയിലിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കയ്യിൽ നിന്ന് സംഭാവന മേടിച്ചത് അവിടുത്തെ വീടുണ്ടാക്കാൻ വേണ്ടിയായിരുന്നില്ല, അവിടുത്തേക്ക് വാഹനം വാങ്ങാൻ വേണ്ടിയായിരുന്നില്ല, അവിടുത്തേക്ക് സപ്രപഞ്ചമൊരുക്കാൻ വേണ്ടിയായിരുന്നില്ല. ഈ ഉമ്മത്തിന്റെ കയ്യിൽ ദീന് പക്വമായി ദഅവത്ത് ചെയ്യാനുള്ള സംവിധാനങ്ങൾക്കാണ്. ഇതുപോലെ നിങ്ങളോട് ഇപ്പോൾ സഹായങ്ങൾ ആവശ്യപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഏതൊരാവശ്യത്തിനാണോ സ്വഹാബത്തിന്റെ പക്കൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചത്, അതേ വിശുദ്ധമായ ദീനിന്റെ ഇക്കാലഘട്ടത്തിലെ ദഅവത്തിന് വേണ്ടിയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ആ നൽകുന്ന സംഭാവനകളെല്ലാം നാളെ ഇൻഷാ അല്ലാഹുവിങ്കൽ പ്രതിഫലം കിട്ടാനുള്ളതാണ്. അതിലെല്ലാം ഉപരിയായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പറഞ്ഞ ഈ മജ്ലിസിൽ വെച്ച് എനിക്ക് ഒരിക്കലെങ്കിലും മദീനയിൽ എത്തണം, എനിക്ക് ഒരിക്കലെങ്കിലും എന്റെ ഹബീബായ തങ്ങളെ ഒന്ന് കാണണം എന്ന ഉദാത്തമായ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ആരാണോ ഇതിൽ സഹായിക്കുന്നത് അവർക്ക് നീ ആ പ്രതിഫലം നൽകണേ അല്ലാ. മദീനയിലെത്തണമെന്ന് മോഹിച്ചുകൊണ്ട് ഞങ്ങളുടെ സദസ്സുകളിൽ ആഭരണം നൽകിയ ഉമ്മമാർ, ആയിരങ്ങൾ നൽകിയ സഹോദരങ്ങൾ, പിന്നീട് മദീനയിൽ എത്തിയ സന്തോഷം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അതുപോലെ ഈ മജ്ലിസിൽ വെച്ചും സഹായിക്കുന്നവർക്ക് നീ അതിനുള്ള അവസരം നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ ഒരു തവണയെങ്കിലും കാണണമെന്ന് മോഹിച്ച് സദസ്സുകളിൽ ആഭരണങ്ങളും സംഭാവനകളും ചെയ്ത് അവസാനം ആനന്ദം ലഭിച്ച ആളുകൾ ഞങ്ങളെ വിവരമറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഈ മജ്ലിസിൽ നിന്ന് നൽകുന്നവർക്കും ഹബീബായ തങ്ങളെ കാണാൻ, മദീനയിലൊന്ന് എത്താൻ, അവിടുത്തെ ഇഷ്ടമൊന്ന് മനസ്സിൽ നിറയാൻ, അവിടുത്തെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ റഹ്മാനേ, അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, ഒരു കുട്ടിക്ക് ഈ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരു 600 രൂപയാണ് വരിക. ഇൻഷാ അല്ലാഹ് എന്റെ വകയായ ഒരു 100 വിദ്യാർത്ഥികൾക്ക് അള്ളാഹുവിന്റെ ദീൻ അറിയാൻ ഉള്ള ഏറ്റവും നല്ല ഈ ഒരു അവസരം, അവർക്ക് ക്യാമ്പസുകളിൽ തൗഹീദിൽ മുറുകെ പിടിച്ചു നിൽക്കാനുള്ള ഒരു അടിസ്ഥാന വിശ്വാസം, ഇതെല്ലാം നൽകുന്ന ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് അള്ളാഹു തന്ന നിഅമത്തിൽ നിന്ന് ഒരു 100 ആളുകളുടെ ദീന് പഠിക്കാനുള്ള അവസരം ഇൻഷാ അല്ലാഹ് ഞാനത് സഹായിക്കാം എന്ന നിലക്ക് ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ അർഹമർ റഹീമായ റബ്ബേ, നീ അവർക്ക് ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അവർക്കുള്ള നിഅമത്തുകൾ നീ വർദ്ധിപ്പിച്ചു നൽകണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും എല്ലാം നിന്റെ ഇഷ്ടദാസന്മാരിൽ, മുത്തുനബി തങ്ങളുടെ ഇഷ്ടക്കാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാളുണ്ടോ ഒരു 100 പേർക്കുള്ള ചെലവ് എന്റെ വകയായി ഇൻഷാ അല്ലാഹ് ഞാൻ നൽകാം എന്ന നിലക്കുന്ന തുടക്കം കുറിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഇവിടെ കേവലം ഞാൻ മാത്രമല്ല ദുആരക്കുക, ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളുപ്പാപ്പയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും നേതൃത്വം. മാനുപ്പ ഹാജി, അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനേ. അലീമായ റബ്ബേ, അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ ദീനിന്റെ മുന്നേറ്റ വഴിയിൽ സഹായിക്കുന്നവർക്ക് ഇന്നലകളിൽ ബദറിന്റെ രണാങ്കണത്തിൽ ജീവൻ നൽകിയ സ്വഹാബത്തും അവിടേക്ക് വേണ്ടതെല്ലാം നൽകിയ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലെ, ഉമറുൽ ഫാറൂഖ് തങ്ങളെ പോലെ സ്വഹാബത്ത് നൽകിയ സംഭാവനയുടെ പ്രതിഫലം ഇവിടെ നൽകുന്ന സഹോദരങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. തുടക്കം കുറിച്ച ഹാജിയാർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്.
എനിക്കറിയും. നമ്മുടെ മഅദീനിന്റെ സെക്രട്ടറി കൂടിയാണ്. അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. അദീമായ റബ്ബേ, ഞങ്ങളുടെ സദസ്സ് നീ ഖായിബാക്കല്ലേ അല്ലാ. ഹബീബായ മുത്തുനബി തങ്ങളുടെ മഹബ്ബത്ത് പറഞ്ഞ കാരണത്താൽ ഇവിടെ സംഭാവനകൾ നൽകുന്ന ഓരോരുത്തരുടെയും ഖൽബ് ഇലൽ ഹബീബി തമീലു, ഹബീബിലേക്ക് ചേർത്തു നൽകണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ഒരു 100 പേർക്കുള്ള 100 ആളുകൾക്ക് വന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിച്ച്, പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ചുള്ള പഠനം തുടങ്ങി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് തുടങ്ങി, സുന്നത്തി ജമാഅത്തിന്റെ ആശയം തുടങ്ങി, അവരെ ളുഹാ നിസ്കരിക്കാനും തഹജ്ജുദ് നിസ്കരിക്കാനും കിടക്കുമ്പോൾ ഔറാദുകൾ ചൊല്ലി കിടക്കാനും ഉണരുമ്പോൾ ഔറാദുകൾ ചൊല്ലി എഴുന്നേൽക്കാനും എല്ലാം പ്രായോഗികമായി പരിശീലനം നൽകുന്ന ഒരു ക്യാമ്പ് കൂടിയാണ് നമ്മുടെ ഈ സമ്മേളനം. അതുകൊണ്ട് നിങ്ങൾ നൽകുന്ന ഒരു നയാ പൈസയും ഇതിൽ വെറുതെ ആവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് അതിലേക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നൽകാം. ഒരു 100 വിദ്യാർത്ഥികൾക്കുള്ള ചെലവ് ഏതെങ്കിലും സഹോദരിമാര് ഇൻഷാ അല്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ ഈ മജ്ലിസിലേക്ക്, അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടമുള്ള ദീനിന്റെ ദഅവത്തിലേക്ക് എന്റെ വകയായ ഒരു ആഭരണം ഇൻഷാ അല്ലാഹ് ഞാൻ നൽകാം എന്ന നിലക്കൊന്ന് തുടങ്ങിത്തരാൻ പറ്റുന്ന ഏതെങ്കിലും ഉമ്മയോ പെങ്ങളോ ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടിയാണ്. അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ഓരോ മജ്ലിസിലും ഇതുപോലെ ദീനിനെ സഹായിക്കുന്നവരുണ്ട്. അവരെ ആരെയും നീ ഖായിബാക്കല്ലേ അല്ലാ. അവർക്കെല്ലാം നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഹബീബിനോടുള്ള ഇഷ്ഖ് അവരുടെ ഖൽബിൽ നിറച്ച് മദീനയിലെത്തി ഹബീബിനെ കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നമ്മുടെ ചെറിയ മക്കളുണ്ടെങ്കിൽ സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോയാൽ ഏതെങ്കിലും സഹോദരിമാരൊക്കെ ഉണ്ടാവും സ്വന്തം ആഭരണത്തെക്കാളും സ്വന്തത്തെക്കാളും ഒക്കെ മുത്തനബി തങ്ങളെ ഇഷ്ടം വെക്കുന്നവര്. അവര് തരും. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ മദീനയിലെത്താനുള്ള സൗഭാഗ്യം അവർക്കും നമുക്കുമെല്ലാം അല്ലാഹു നൽകട്ടെ. ഇനി സഹോദരന്മാരാരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് അതിലേക്ക് നിങ്ങളുടെ വകയായി ഒരു സംഭാവന പറയാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ചിലപ്പോൾ 100 പേരുടെ ഏറ്റെടുക്കാൻ കഴിയില്ല. ഒരു 60,000 രൂപയാവും. അതിന്റെ പകുതി ഒരു 50 പേർക്കുള്ള ചെലവ് എന്റെ വകയായി ഇൻഷാ അല്ലാഹ് ഞാൻ നൽകാം. അതിൽ ഒരാളെങ്കിലും ഹിദായത്തിന്റെ മാർഗത്തിൽ വന്ന് കൃത്യമായി ദീനീ ചിട്ടയിൽ വന്നാൽ ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാൾ വലുതാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കതിന്റെ പ്രതിഫലം കിട്ടണം എന്ന നല്ല നിയ്യത്തോടെ ഇൻഷാ അല്ലാഹ് ഒരു 50 പേർക്കുള്ള ചെലവ് ഞാൻ തരാം എന്ന നിലക്കൊന്ന് തുടങ്ങാൻ പറ്റുന്നവരുണ്ടോ? അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ആരെങ്കിലും ഉണ്ട്? ഒരു 30,000 രൂപ വരും. ഒരു 50 പേർക്ക് 3 ദിവസം ഇവിടെ താമസിച്ച് ഭക്ഷണം കഴിച്ച് ദീനീയായ ക്ലാസുകളെല്ലാം കേട്ടുപോകാനുള്ളൊരു അവസരം നൽകാൻ ഒരു 30,000 രൂപ വരും. അത് കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും മജ്ലിസിലുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم. അല്ലാഹുവേ, ഹബീബായ നബി തങ്ങളുടെ മഹബ്ബത്ത് പറഞ്ഞ ഈ മജ്ലിസിൽ നിന്ന് മഹത്തായി പദ്ധതിയിലേക്ക് സഹായിക്കുന്നതാരാണെങ്കിലും അവരെ നീ ഖായിബാക്കല്ലേ അല്ലാ. എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത മാരകമായ രോഗങ്ങളുണ്ട്. ക്യാൻസറുണ്ട്, കിഡ്നിക്ക് തകരാറുണ്ട്. അത്തരമുള്ള ഒരു രോഗങ്ങളും വരാതെ നീ ഇതൊരു കാവലാക്കണേ അല്ലാ. ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ നീ ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങൾ നീ തന്നെ പരീക്ഷിക്കല്ലേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 50 പേർക്കുള്ള ഇവിടുത്തെ നമ്മുടെ സമ്മേളനത്തിലെ ചെലവ് ഒന്ന് സഹകരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു അവരുടെ കുടുംബത്തിലും വീട്ടിലും മക്കളിലും അതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അല്ലാഹു തആല സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. കുടുംബത്തിൽ അല്ലാഹു തആല ഐശ്വര്യം നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഓരോ മജ്ലിസിലും ദീനിന് വേണ്ടി സഹായിക്കുന്ന ഒരാളെയും നീ ഖായിബാക്കല്ലേ റഹ്മാനെ. അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ആരെങ്കിലും ഒരാളുണ്ടോ? ഒരു 50 വിദ്യാർത്ഥികൾക്കുള്ള ചെലവ്
തരാൻ പറ്റുന്ന ആളുകൾ അർഹമുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള നിഅമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല സഫലമാക്കുമാറാകട്ടെ. ആരെങ്കിലും ഒരാളുണ്ടോ ഒരു 50 പേർക്കുള്ള ചെലവ് തന്ന് സഹായിക്കാൻ പറ്റുന്നേ? നമ്മുടെ ഓരോ മജ്‌ലിസിൽ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഓരോ ദിവസവും വിവിധങ്ങളായ സംരംഭങ്ങൾക്ക് നിങ്ങളൊക്കെ സഹായിക്കുന്നവരാണ്. എന്നാലും വളരെ പ്രാധാന്യമുള്ള ഒരു ദീനീ ദഅവത്തിന്റെ വഴിയിൽ സഹായിക്കാൻ വരുന്ന ആളുകൾ അൽഹംദുലില്ലാഹ് ഗഫൂർ സഅദി അർഹമുർ-റഹീമായ റബ്ബേ നീ ഖബൂലാക്കണേ റഹ്മാനേ. അദീമായ റബ്ബേ അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനേ. സ്വന്തമായി തരാൻ കഴിയാത്തവരെ സംഘടിപ്പിച്ച് നൽകാമെന്ന് ഏൽക്കുന്നവരുണ്ട്. അവർക്ക് നീ അതിനുള്ള എല്ലാ വഴികളും നീ നൽകണേ അല്ലാഹ്. അദീമായ റബ്ബേ ഞങ്ങളുടെ ഓരോ മജ്‌ലിസുകളിലും ഇതുപോലെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ റഹ്മാനേ. എല്ലാവർക്കും നിഅമത്ത് നൽകുന്ന അല്ലാഹ്, എത്രയോ പരമദരിദ്രരെയാണ് നീ വലിയ സമ്പന്നരാക്കി മാറ്റിയത്. എത്രയോ സമ്പന്നരാണ് ദരിദ്രരായി മാറിയത്. എല്ലാം നിന്റെ അധികാരത്തിലാണ്. നിന്റെ ദീനിനു വേണ്ടി നൽകുന്നവരെ നീ ഖായിബാക്കല്ലേ അല്ലാഹ്. നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇതിലേക്കൊരു 10,000 രൂപ ഇൻഷാ അല്ലാഹ് എന്റെ വകയായി നൽകും. ആയിഷ എന്ന സഹോദരി 50 കുട്ടികൾക്കുള്ള അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനേ. നേരത്തെ തന്നെ ഇവിടെ ദുആ കൊണ്ട് അറിയിച്ച ഒരു സഹോദരിയാണ്. അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അർഹമുർ-റഹീമായ റബ്ബേ ദീനീ സ്ഥാപനങ്ങൾക്ക് സഹായിച്ചിട്ട് പലപ്പോഴും അതിന്റെ സന്തോഷം ലഭിച്ച സഹോദരിയാണ്. നീ അവർക്ക് ഇതിന്റെ സവാബ് നൽകണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഓരോ മജ്‌ലിസുകളിൽ ആഭരണങ്ങളും മറ്റുമൊക്കെ നൽകുന്ന സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അൽഹംദുലില്ലാ പച്ചക്കറി മുഴുവനും അതിലേക്ക് ഏറ്റെടുത്ത അലവി ഹാജി അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. അതുപോലെ അഷ്റഫ് ഹാജി എന്നവർ നേരത്തെ 50,000 രൂപ പറഞ്ഞിട്ടുണ്ട്. സുബൈർ ഹാജി അതിലേക്ക് 50,000 രൂപ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാവരുടെയും നിഅമത്ത് നീ നൽകിയ നിഅമത്താണ്. നീ തീരുമാനിച്ചാൽ അതെല്ലാം പിൻവലിക്കാനുള്ളതാണ്. നീ ഇസ്സത്തോടെ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് സഹോദരിമാരാരെങ്കിലുമൊക്കെ അതിലേക്ക് സഹായിക്കാൻ പറ്റുന്നവരുണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഇതിന്റെ കൂപ്പൺ ലഭിച്ചിട്ടുണ്ടാവും. എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയുള്ളതെങ്കിലും സഹായങ്ങൾ അതിൽ എഴുതിയിട്ട് നിങ്ങൾ ആ കൂപ്പൺ ഇവിടെ തന്നെ തിരിച്ചു നൽകണം. അർഹമുർ-റഹീമായ റബ്ബേ നീ ഖബൂലാക്കണേ റഹ്മാനെ. അതുപോലെ മാനുപ്പ ഹാജിയുടെ ഭാര്യ ഒരു വള, അർഹമുർ-റഹീമായ റബ്ബേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ സ്വഹാബത്തിന്റെ ഭാര്യമാര് ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ആഭരണങ്ങൾ ചോദിച്ചപ്പോൾ നൽകിയവരാണ്. അവരെ പിന്തുടർന്നുകൊണ്ട് ഈ മജ്‌ലിസിൽ ആവശ്യപ്പെട്ട കാര്യത്തിലേക്ക് ഒരാഭരണം തന്ന സഹോദരിക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഹബീബായ തങ്ങളോട് ഇഷ്ക നൽകണേ അല്ലാഹ്. മറ്റൊരു സഹോദരി കയ്യിൽ അണിഞ്ഞിരുന്ന ഒരു മോതിരം അല്ലാഹുവേ ഇത് ഇഷ്ടമില്ലാഞ്ഞിട്ട് ഊരി എറിഞ്ഞതല്ല, ഇതിനേക്കാൾ ഇഷ്ടം എന്റെ ഹബീബാണെന്ന് ചിന്തിച്ചിട്ട് നൽകിയതാണ്. ആ സഹോദരിമാർക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ മദീനയിലെത്തിക്കണേ അല്ലാഹ്. ഒരു തവണയെങ്കിലും റസൂലുള്ളാഹിനെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്‌ലിസുകളിൽ ആഭരണങ്ങൾ നൽകിയിട്ട് മുത്തുനബി തങ്ങളെ കണ്ട ഉമ്മമാര് സഹോദരിമാര് സന്തോഷം പറഞ്ഞിട്ടുണ്ട്. ആ ഗണത്തിൽ ഇവർക്കും നീ അവസരം നൽകണേ അല്ലാഹ്. നീ ഖായിബാക്കല്ലേ അല്ലാഹ്. ഇനിയും ഈ മജ്‌ലിസിലേക്ക് നൽകുന്ന സഹോദരിമാരുണ്ടെങ്കിൽ അവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. നീ ഖായിബാക്കല്ലേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരു 10,000 റുപ്യ നമ്മുടെ ഈ പരിപാടിയിലേക്ക് നൽകാൻ പറ്റുന്ന ആരെങ്കിലും സഹോദരന്മാരുണ്ടോ ഈ മജ്‌ലിസിൽ? അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും 30,000 60,000 ഒന്നും നൽകാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തന്ന നിഅമത്തിൽ നിന്ന് ഒരു 10,000 രൂപ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഇൻഷാ അല്ലാഹ് നൽകാം.
എന്ന നിലയ്ക്ക് ഈ മജ്ലിസ് ഒന്നും പറയാൻ പറ്റുന്ന ആരുണ്ടോ? അള്ളാഹു അവരുടെ നിഅമത്തിലും കുടുംബത്തിലും എല്ലാ ഐശ്വര്യം നൽകുമാറാകട്ടെ. ജോലിയോ കച്ചവടമോ ഏതാണെങ്കിലും അള്ളാഹു ആ മേഖലയിൽ നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ, ഇസ്സത്ത് നൽകണേ റഹ്മാനെ. എല്ലാവിധ ഖൈറും ബറക്കത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആരെങ്കിലും ഒരാൾ ഈ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് 10,000 റുപ്യ ഇൻഷാ അല്ലാഹ് ഞാൻ ആ പരിപാടി ആകുമ്പോഴേക്ക് നൽകാം എന്ന നിലക്ക് പറയാൻ പറ്റുന്ന ആരോ ഉണ്ടോ ഈ മജ്ലിസിൽ? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവിധ ഇസ്സത്തും നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. മക്കളെ അള്ളാഹു തആല സ്വാലിഹീങ്ങളാക്കി തരട്ടെ. മാരകമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പേരെന്തേനും ഒരു സഹോദരൻ 10,000 റുപ്യ, പേര് പറയാൻ ഉദ്ദേശിക്കാത്തൊരു സഹോദരൻ, അള്ളാഹു നീ കബൂലാക്കണേ റഹ്മാനെ. കുഞ്ഞാപ്പു ഹാജി 10,000 റുപ്യ, അള്ളാഹു നീ കബൂലാക്കണേ റഹ്മാൻ. കെ കുഞ്ഞാപ്പു ഹാജി, അള്ളാഹു നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഓരോ പേരെന്താ? ആമിർ അഹ്സനി, അള്ളാഹു അവരുടെയൊക്കെ സാമ്പത്തികമായ പിന്നാമ്പുറം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഏതായാലും ഹബീബായ മുത്തുനബി തങ്ങളുടെ മദ്ഹിന്റെ മജ്ലിസിനെ ഇഷ്ടം വെച്ച് ഒരു പക്ഷേ എനിക്ക് മദീനയിലെത്തണമെന്ന ചിന്തയിലായിരിക്കും അത് ഏറ്റെടുത്തിട്ടുള്ളത്. അള്ളാഹുവേ നീ എത്രയും വേഗം അവരെയും ഞങ്ങളെയും മദീനയിലെത്തിക്കണേ അല്ലാ. ഹബീബിനോടുള്ള ഇഷ്ക ഞങ്ങളുടെ കൽബിൽ നിറയ്ക്കണേ അല്ലാ. ഞങ്ങളുടെ സാമ്പത്തികമായ അഭിവൃദ്ധി നീ നൽകണേ അല്ലാ. ഹബീബായ തങ്ങളോട് ചേരുന്ന ഒരു കൽബ് നൽകണേ അല്ലാ. പകല് മുഴുവനും മുത്തുനബി തങ്ങളുടെ ദീനിന് സേവനം ചെയ്ത് രാത്രിയിൽ ഹബീബിനെ കാണുന്ന അവസരം ഞങ്ങൾക്ക് ഏറ്റി നൽകണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ ഇൻഷാ അല്ലാ ആ നല്ല നിയ്യത്തോടെ 10,000 റുപ്യ തരാൻ പറ്റുന്നേ? പേരെന്താ? ശുക്കൂർ മൻസൂർ, അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഇവിടെ ഏറ്റെടുക്കുന്ന ഓരോരുത്തരുടെയും ഉള്ള നിനക്കറിയാം, നീ ഖായിബാക്കല്ലേ അല്ലാ. ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ ഇൻഷാ അല്ലാ ഒരു 10,000 റുപ്യ അതിലേക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നേ? കുറച്ചാളുകളും കൂടി നമ്മളെ പരിപാടിയാകുമ്പോഴേക്ക് ഇൻഷാ അല്ലാ എത്തിച്ചു തരാമെന്ന നിലക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നൽകുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി നിഅമത്ത് അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും കൂട്ടത്തിലും എല്ലാം അല്ലാഹു തആല ഐശ്വര്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ ഇനി ആരെങ്കിലും ഒരു 1-2 ആളുകളും കൂടി 10,000 റുപ്യ തരാൻ പറ്റുന്നവരുണ്ടോ? ഇൻഷാ അല്ലാ മാനുപ്പ ഹാജിയുടെ ഭാര്യ മാതാവ് മരണപ്പെട്ടു പോയതാണ്. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ആ മഹദിയുടെ പരലോകമോക്ഷത്തെ കൂടി ലക്ഷ്യം വെച്ചിട്ടാണ് അവര് സംഭാവനകൾ നൽകിയത്. അല്ലാഹുവേ ആ ഖബറിടത്തിൽ നീ പ്രകാശം നൽകണേ അല്ലാ. മദീനയിൽ വിശ്രമിക്കുന്ന ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള ഖബറാക്കണേ അല്ലാ. ബിനൂരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാ ഇനി ഏതെങ്കിലും സഹോദരിമാര് നല്ല നിയ്യത്തോടെ ഈ മജ്ലിസിലേക്ക് ആഭരണം നൽകാനുള്ളവരുണ്ടെങ്കിൽ എല്ലാ മജ്ലിസും ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. മജ്ലിസിൽ ദുആ ചെയ്യുന്ന ഞങ്ങൾ മോശക്കാരാണെങ്കിലും അൽഹംദുലില്ലാ ദുആ ചെയ്യുമ്പോൾ ആമീൻ ചൊല്ലുന്ന എത്രയോ നല്ലവരുണ്ടാവും. അൽഹംദുലില്ലാ അതാ മറ്റൊരു സഹോദരി 2 കാതിലും കിടന്ന ആഭരണം അർഹമുർറാഹിമായ റബ്ബേ നീ കബൂലാക്കണേ റഹ്മാനെ. നീ അവർക്ക് ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ സദുദ്ദേശങ്ങൾ നീ സഫലമാക്കണേ അല്ലാ. ഇഷ്ടമില്ലാഞ്ഞിട്ട് ഊരിയെറിഞ്ഞതല്ല, അതിനേക്കാൾ ഇഷ്ടം ഹബീബിനോടാണെന്ന നിലക്ക് ഊരി സംഭാവന നൽകിയതാണ്. ഇതിനേക്കാൾ നിഅമത്ത് ആ സഹോദരിക്ക് നീ നൽകണേ അല്ലാ. അവർക്ക് നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ. ഒരു സഹോദരൻ 10,000 റുപ്യ, അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ അവർക്ക് എല്ലാവിധ റാഹത്തും നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി 10 കുട്ടികൾക്കുള്ള ചെലവ് 6,000 രൂപയാണ്. ഇനി കൂടുതൽ സമയം ചോദിച്ചു നിൽക്കൂല, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ സമയം ഏറെയായി. ഒരു മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നതാണ്, ആ മീറ്റിംഗിന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാ കൂടുതൽ സമയം വൈകാൻ പറ്റൂല. ഒരു 10 കുട്ടികൾക്ക് 6,000 രൂപയാണ് ആവുക. എന്റെ വകയായി ഇൻഷാ അല്ലാ നൽകാം എന്ന നിലക്ക് ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ മജ്ലിസിൽ? ഒരു 10 വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാ. പേരെന്തേനു? ഉസ്മാൻ.
അള്ളാഹുവെ നീ കബൂലാക്കണേ റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബെ, ഹിദായത്താക്കാൻ കാരണമായാൽ നീ നൽകുന്ന എല്ലാ പ്രതിഫലവും ആ സഹോദരന് നീ നൽകണേ റഹ്മാനെ. നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അവരുടെയൊക്കെ വരുമാനവും പിന്നാമ്പുറവും ഒന്നും ഞങ്ങൾക്കറിയില്ല. മിക്കപ്പോഴും ചെറിയ വരുമാനമുള്ള സാധാരണക്കാരാണ് ഇതിനൊക്കെ കൂടുതൽ സഹായിക്കുക. അവർക്ക് നീ ഒരുപാട് ഐശ്വര്യം നൽകണേ റഹ്മാനെ. നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഒരു 10 കുട്ടികൾക്കുള്ള ചെലവ് നൽകാൻ പറ്റുന്ന വേറെ ആരോ ഉണ്ടോ ഈ മജ്ലിസിൽ? അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഫോമിൽ എഴുതി ഇങ്ങോട്ട് എത്തിച്ചു കൊടുത്താൽ പിന്നെ കോൺടാക്ട് ചെയ്യാൻ സൗകര്യപ്പെടും. വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരു 10 കുട്ടികൾക്കുള്ള ചെലവ് എൻ്റെ വകയായി നൽകാം. ഇൻഷാ അല്ലാഹ് നാളത്തെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആകേണ്ട 10 ആളുകൾ എൻ്റെ ചെലവിൽ ഇവിടെ വന്ന് ശരിയായ തൗഹീദും ശരിയായ അമലിയാത്തും അതുപോലെ തന്നെ മുഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ പഠിച്ചു പോകാനുള്ള ഒരു അവസരമാണ്. കഴിഞ്ഞൊക്കെ പ്രോഫ് സമ്മിറ്റുകളിൽ പങ്കെടുത്തിട്ട് അൽഹംദുലില്ലാഹ് നിരീശ്വരവാദികളായ റൂംമേറ്റ്സിനോട് ഞങ്ങൾക്ക് ഈമാൻ സംരക്ഷിക്കാൻ കഴിഞ്ഞത് സംഘടന നൽകിയ ക്യാമ്പാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞവരുണ്ട്. നിങ്ങൾക്കറിയോ ഹോസ്റ്റലിൻ്റെയൊക്കെ അവസ്ഥ? മിക്കപ്പോഴും നമ്മുടെ കുട്ടികൾ, ഇപ്പം എൻ്റെ അടുത്ത റിലേഷനിൽപ്പെട്ട ഒരു കുട്ടി മംഗലാപുരത്തൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട്. അവൻ്റെ 2 റൂംമേറ്റ്സുകളും മദ്യപാനികളാണ്. അതിൻ്റെ ഇടയിൽ അവൻ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ എത്ര വലിയ പവർ വേണം? ഇതുപോലെ നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന ഹോസ്റ്റലുകളിൽ, കോളേജിന്റെ പിന്നാമ്പുറങ്ങളിൽ കള്ളും കഞ്ചാവും വ്യഭിചാരവും തോന്നിവാസവും എല്ലാം സുലഭമായി കിട്ടുന്നിടത്ത് ഈമാനോടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് നൽകാനാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഈ സമ്മേളനം നടത്തുന്നത്. അൽഹംദുലില്ലാഹ് എത്രയോ ആളുകൾ ഈ ഒരു ധാരയിലൂടെ നേർവഴിക്ക് വന്നവരുണ്ട്. റബീഉൽ അവ്വൽ ആയാൽ നമ്മുടെ SSFന്റെ കുട്ടികൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പരിസരത്ത് കൂടി അവർ റബീഉൽ അവ്വലിൽ മൗലിദ് ഓതും. ചെറിയ മൗലിദ് കിതാബ് സമ്മാനമായി ഞങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കും. അവരത് വെച്ചുകൊണ്ട് ഓതും. അങ്ങനെയുള്ള എത്രയോ ആളുകൾ അർഹമുർറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഷറഫുദ്ദീൻ എന്നൊരു സഹോദരൻ 9,000 രൂപ. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. 15 കുട്ടികൾക്കുള്ള ചെലവ് അദീമായ റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു 10 കുട്ടികളുടെ ചെലവ് എൻ്റെ വകയായി നൽകാം എന്ന നിലക്ക് സഹായിക്കാൻ പറ്റുന്നവരുണ്ടോ? നിങ്ങൾ ഇതേപോലെ എഴുതിയിട്ട് സ്ലിപ്പ് കൊടുത്തു വിട്ടാലും മതി. ഒരു 10 കുട്ടികളുടെ ചെലവ് എൻ്റെ വകയായി നൽകാം എന്ന നിലക്ക് സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സഹായിക്കാം. ഇനി കൂടുതലൊന്നും ചോദിച്ചു നിൽക്കുന്നില്ല. സഹോദരിമാരും നമ്മുടെ പരിപാടി നടക്കുന്ന 10, 11, 12 തീയതികളിലാണ്. അപ്പോഴേക്ക് നിങ്ങൾ എത്തിച്ചു തന്നാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലെത്തിയ ഈ കൂപ്പൺ ഇപ്പോൾ തന്നെ പരമാവധി പൂരിപ്പിച്ച് സംഘാടകരെ ഏൽപ്പിക്കുക. അല്ലാത്തവർ ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ എത്തിച്ച് നിങ്ങളുടെ സംഭാവനകളും പരിപാടിക്ക് മുമ്പ് എത്തിച്ചു തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 5 കുട്ടികളെ ഏറ്റെടുക്കാൻ കുറേ ആളുകൾക്ക് കഴിയും. പ്രിയമുള്ള സഹോദരന്മാരെ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സേവനം ഇതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനോട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ശാരീരികവും സാമ്പത്തികവുമായ സഹായമാണ്. ഇതുപോലെ ഓരോ നാടുകളിൽ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാര്, സാദാത്തുക്കള് രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടാണ് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഖലീൽ തങ്ങൾ ഉപ്പാപ്പൊക്കെ ഞങ്ങളുടെ തെക്ക് ഭാഗത്തൊക്കെ വന്ന ഒരു ദിവസം തന്നെ 4, 5 പരിപാടികൾ ഉണ്ടാവും. ഒരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കാനുള്ളതെല്ലാം തങ്ങൾ അവർ അവിടുന്ന് ഉണ്ടാക്കി കൊടുക്കും. അടുത്ത സ്ഥലത്ത് മദ്രസ ഉണ്ടാക്കാനായിരിക്കും, അടുത്ത സ്ഥലത്ത് മുത്തഅല്ലിമീങ്ങളുടെ ചെലവിനായിരിക്കും. അങ്ങനെ ഓരോ ദിവസവും അവർ നാടിന്റെ നാനാദിക്കിലും ഓടി നടന്ന് പരിശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിന് അധ്വാനിക്കും നമ്മുടെ സയ്യിദന്മാർ. ബഹുമാനപ്പെട്ട ഹബീബ് തങ്ങൾ ഉപ്പാപ്പ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ നാടുകളിലൊക്കെ പരിപാടിക്ക് വരാറുണ്ട്. അൽഹംദുലില്ലാഹ് അവിടെയും പള്ളിയുടെയും മദ്രസയുടെയും ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എല്ലാം ഇതുപോലെ മഹത്തുക്കളുടെ സാന്നിധ്യം കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. അള്ളാഹു മഹാന്മാരായ നമ്മുടെ സാദാത്തുക്കൾക്ക്, ആലിമീങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം ദീനിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തആല നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്മാൻ കാടേരി 6000 രൂപ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഫഖറുദ്ദീൻ താണിക്കൽ 3000 അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നൂറുൽ അമീൻ 6000 അള്ളാഹു നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അള്ളാഹ്. ഇൻഷാ അല്ലാഹ് ഒരു 5 കുട്ടികളുടെ ചെലവേറ്റെടുക്കാൻ കുറെ ആളുകൾക്ക് കഴിയുമല്ലോ. നമ്മളൊന്ന് വിചാരിച്ചാൽ നമ്മുടെ വകയായി ഒരു 5 പ്രൊഫഷണലുകൾ ദീനീയായ കാര്യങ്ങൾ പഠിച്ചു പോകട്ടെ എന്ന നിയ്യത്തിൽ ഈ സദസ്സെന്നാരാ പറയാൻ പറ്റുക? ഇൻഷാ അല്ലാഹ് ഇപ്പൊ എഴുതി കൊടുക്കാത്ത ഒരു 5 കുട്ടികളുടെ ചെലവ് ഞാൻ എത്തിച്ചു കൊടുക്കാം എന്ന നിലക്ക് സഹായിക്കാൻ പറ്റുന്ന ആരുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെങ്കിലും ഒരാളൊന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ പറ്റുന്ന ആരുണ്ടോ? എൻ്റെ വകയായി ഇൻഷാ അല്ലാഹ് ഒരു 5 കുട്ടികൾക്കുള്ള ചെലവ് ഞാൻ എത്തിച്ചു കൊടുക്കാം എന്ന നിലക്കൊന്ന് സഹായിക്കാൻ പറ്റുന്നവർ
ഇനി അതിന്റെ താഴോട്ടൊന്നും ഞാൻ ചോദിക്കുന്നില്ല തൽക്കാലം. ഇപ്പോ അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മജ്ലിസും കബൂലാക്കുമാറാകട്ടെ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഓരോ സഹോദരങ്ങൾ സഹോദരിമാർ, ആയിരങ്ങളും ആഭരണങ്ങളും നൽകിയവർ, നൽകാൻ നിയ്യത്ത് ചെയ്തവർ, കഴിവില്ല ഉണ്ടായിരുന്നെങ്കിൽ നൽകാമെന്ന് ചിന്തിക്കുന്നവർ, അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഐശ്വര്യം നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ. ആരെങ്കിലും ഒരാളുണ്ടോ ഒരു 5 പേരുടെ ചെലവ് ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം എന്ന നിലക്കൊന്ന് പറയാൻ പറ്റുന്ന ആരുണ്ട് മജ്ലിസിൽ? അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഓരോ മജ്ലിസും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്തുള്ള മജ്ലിസാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറാൻ അല്ലാഹുവോട് ദുആ ചെയ്യുകയല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ഈ രാത്രിയിൽ തന്നെ നിങ്ങൾ രാജ്യറാണി എക്സ്പ്രസിലും മലബാർ എക്സ്പ്രസിലും കയറി നോക്കിയാൽ 100 കണക്കിന് ആളുകൾ RCCയിലേക്ക് പോകുന്നത് കാണാം. ഞങ്ങൾ തിരുവനന്തപുരത്തായതുകൊണ്ട് കുറേ ഞങ്ങളെ സ്ഥാപനത്തിലുള്ള ഏകദേശമുള്ള കുട്ടികളും 30 ലക്ഷത്തിന്റെ ബാങ്ക് ബാധ്യതയുണ്ട്. അത് വീട്ടാൻ ഉള്ള സ്ഥലം വിൽക്കാനുണ്ട്. സ്ഥലം എത്രയും പെട്ടെന്ന് വിറ്റുപോകുന്നതിന് വേണ്ടി ഒരു സഹോദരൻ 5000 റുപ്യ, അല്ലാഹുവേ നീ അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. 2 സഹോദരന്മാര് 3000 വീതം. അർഹമുർ റഹീമായ റബ്ബേ, നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ തിരുവനന്തപുരം ഭാഗത്തായതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ചികിത്സയ്ക്ക് വേണ്ടി ബ്ലഡും മറ്റുമൊക്കെ ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ മഖ്ദൂമിയ ദഅവാ കോളേജിലെ 340 വിദ്യാർത്ഥികളിൽ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തവരാ. അത്രത്തോളം ആളുകൾ. പ്രിയമുള്ളവരെ, അവസാനം മരണപ്പെട്ട് ജനാസ കൊണ്ടുവരാൻ പോലും ഗതിയില്ലാത്ത എത്രയോ ആളുകൾ. ഒരിക്കൽ നമ്മുടെ ആംബുലൻസിന് വിളിച്ചു. ഓക്കെ, ആംബുലൻസ് പോകാം, ഒരു പൈസയില്ല, എന്നാൽ തൽക്കാലം എണ്ണ അടിക്കാനുള്ള പൈസ കൊടുത്താൽ മതി. അതും അവരുടെ കയ്യിലില്ല. അവസാനം ഞങ്ങൾ മറ്റു സഹോദരങ്ങളും സംഘടിപ്പിച്ച് ആ എണ്ണ അടിക്കാനുള്ള വകുപ്പും ഒപ്പിച്ചു കൊടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ആംബുലൻസിന് ഡ്രൈവർ തിരിച്ചു വന്ന് പറഞ്ഞത്, ആ കൊണ്ടുപോയ കൂട്ടത്തിലുള്ള ആളുകൾക്ക് വഴിയിൽ നിന്നൊരു ചായ കുടിക്കാൻ പോലുള്ള പൈസ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അത്രയും കഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് എത്രയോ രോഗികളാണ് ഓരോ ദിവസവും, എത്രയോ പ്രയാസം അനുഭവിക്കുന്നവരാണ് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലുമുള്ള എല്ലാ രോഗികൾക്കും അല്ലാഹു ശിഫാ നൽകുമാറാകട്ടെ. നമ്മളെ എല്ലാം അത്തരം രോഗങ്ങൾ പ്രയാസങ്ങളെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയോ സഹോദരിമാര് ക്യാൻസർ ബാധിച്ച് ബ്രസ്റ്റ് റിമൂവ് ചെയ്തവരുണ്ട്. കേൾക്കുമ്പോൾ തന്നെ വലിയ വേദനയാണ്. അതുപോലെ ഏതെല്ലാം അവയവങ്ങളിൽ ക്യാൻസറായി പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, നീ അവർക്കെല്ലാം ശിഫാ നൽകണേ റഹ്മാനെ, ശിഫാ നൽകണേ റഹ്മാനെ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നേത്രാവതി എക്സ്പ്രസിൽ പോകുമ്പോൾ മലപ്പുറം ജില്ലയിലുള്ള രോഗിയായ സഹോദരനെ കാണാൻ കഴിഞ്ഞു. എനിക്ക് ക്യാൻസർ ഉള്ള സ്ഥലം ഒരു നിലക്കും സർജറി ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ്. അങ്ങനെ പോവുകയാണ്. നിങ്ങൾ ദുആ ചെയ്യണം. ഏതോ ഉസ്താദുമാരുടെയൊക്കെ ദുആ കൊണ്ട് തങ്ങന്മാരെയൊക്കെ മജ്ലിസിൽ പങ്കെടുത്ത് ഇപ്പൊ എനിക്ക് പ്രയാസങ്ങളൊന്നുമില്ല, ഞാൻ ചെക്കപ്പിന് പോവുകയാണ്, നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ എത്രയോ ആളുകൾ അല്ലാഹുവേ നീ ശിഫാ നൽകണേ റഹ്മാനെ. അതാ മുഹമ്മദ് ബഷീർ കൊന്നോല എന്ന സഹോദരൻ 3000 റുപ്യ, അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് 1-2 കാര്യം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഷഹീർ സഖാഫി കണ്ണൂര് 5 പേർക്കുള്ള ഭക്ഷണത്തിനുള്ള ചെലവ് തരാമെന്ന് പറഞ്ഞു. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ, അർഹമുർ റഹീമായ റബ്ബേ നീ കബൂലാക്കണേ റഹ്മാനെ. മറ്റൊരു സഹോദരൻ അമീൻ ആലത്തൂർ പടി 3000 റുപ്യ, അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോട് നല്ല കൽബറിഞ്ഞ ഒരു മഹബത്തുണ്ടായാൽ അവസാനം ഹബീബായ തങ്ങളെ കണ്ടെന്ന് മരിക്കാൻ കഴിയണം. ഞാൻ എൻ്റെ 100 കണക്കിന് മജ്ലിസിൽ പറയാറുള്ള ഒരു കാര്യമാണ്. ആ പറയുന്നതിന് വലിയ ഒരു അനുഭൂതിയുള്ളതാണ്. മഹാനായ റിബഈ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു ജീവിതകാലത്ത് ചിരിക്കാത്ത മഹാനാണ്.
അവസാനം മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് ചിരിക്കുകയാണ്. ചിരിക്കുന്ന ജനാസ എടുക്കാൻ ആളുകൾക്ക് മനസ്സ് വരുന്നില്ല. അപ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ കാത്തു നിൽക്കുന്നുണ്ട്, എന്റെ ജനാസ വേഗമെടുക്കണേ. പ്രിയമുള്ളവരെ, അങ്ങനെ മഹാനവറുകളുടെ ജനാസ എടുത്ത് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഇന്നാ വജദ്നാ റീഹൽ മിസ്കി മിൻ ബാത്തിനിൽ ഖബരി, ഖബറിന്റെ ഉള്ളിൽ നിന്ന് നല്ല കസ്തൂരിയുടെ ഗന്ധമാണ്. ഈ നിലക്ക് ഹബീബിനെ ഇഷ്ടം വെച്ച് സ്നേഹിച്ച് ജയിച്ച മഹാന്മാർ, അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബിലും മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെയും അതുപോലെ തന്നെ ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ആശിഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ബിനൂരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. തങ്ങൾ അവർ ദുആ ചെയ്തു തരും. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സഹായങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ കയ്യിൽ കൊടുക്കണം. ആരെങ്കിലും ഒരാൾ ഒരു 2000 റുപ്യ ആദ്യം ഒന്ന് കൊടുത്തു തുടങ്ങാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വലിയ സന്തോഷമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ആദരണീയരായ സയ്യിദ് അവരുടെ കയ്യിൽ നിങ്ങൾ സംഭാവന നൽകി ദുആ കഴിഞ്ഞിട്ട് മാത്രം പിരിയാം ഇൻഷാ അല്ലാഹ്. ഒരു 2000 റുപ്യ കൊടുത്തു തുടങ്ങാൻ ഒരു ചെറുപ്പക്കാരൻ തന്നെ അൽഹംദുലില്ലാഹ്. ആരെങ്കിലും അതുപോലെ ഒരു 2000 1000 500 നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഇപ്പോഴുള്ളത് അത് നൽകിയിട്ട് സഹായിക്കണം. അൽഹംദുലില്ലാഹ്. തുടക്കം കുറിച്ച സഹോദരന് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ കയ്യിൽ എല്ലാവരും ഒന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നൽകണം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. തങ്ങളവറുകൾ ദുആ ചെയ്തു തരും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും മുന്നോട്ട് വരിക. ഇനി ഒന്നും എൻ്റെ കയ്യിലില്ല, ഉണ്ടെങ്കിൽ കൊടുക്കുമെന്നാണ് നിങ്ങളെ നീയത്തെങ്കിൽ ആ നീയത്തോടെ തങ്ങളുടെ കൈയൊന്ന് പിടിക്കുക. അതിനുണ്ട് പ്രതിഫലം. ഒരിക്കൽ ഞാൻ പൂനൂര് വഴുത് പറയുന്ന സമയത്ത് ഒരാൾ വന്ന് എൻ്റെ കൈ പിടിച്ച അയാളുടെ കയ്യിൽ ഒന്നുമില്ല. അയാൾ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഉണ്ടെങ്കിൽ തരാമായിരുന്നു എന്ന നീയത്തോടെയാണ് ഞാൻ കൈ പിടിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് നിഅമത്ത് കൊടുക്കുമാറാകട്ടെ. അതുപോലെ പാവങ്ങൾ ചിലപ്പോൾ ഒന്നും കയ്യിലില്ലാത്തവരുണ്ടാവും, എന്നാൽ ഒരു സയ്യിദിനെ മുസാഫഹത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ബർക്കത്തുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വന്ന് കേവല ഉപചാരത്തിന് 10 20 കൊടുത്തുള്ള മുസാഫഹത്തല്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്ന 2000 500 1000 എത്രയാണോ അത് നൽകിയിട്ട് നിങ്ങൾ മുസാഫഹത്ത് ചെയ്ത് ഇരിപ്പിടങ്ങളിലേക്ക് ഇരുന്നാൽ തങ്ങളവർ ദുആ ചെയ്തു തരും. ദുആ കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല നമ്മുടെ എല്ലാ മജ്ലിസും കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മെ ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. ബിഹഖ്ഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം.